നമസ്കാരം. വയനാട് ദുരന്തഭൂമിയിലെ ദുരന്തത്തിന്റെ വ്യാപ്തി നേരിൽ കാണാനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെ ദുരന്തബാധിതർ ഒറ്റയ്ക്കല്ല എന്നാണ് പ്രഖ്യാപിച്ചത്. ദുരന്ത സാഹചര്യത്തിൽ കേന്ദ്ര ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകാവുന്ന മികച്ച പ്രതികരണമാണ് ഇന്ന് നാം കണ്ടത്. ഈ വൈകാരിക പിന്തുണ മുണ്ടക്കയുടെ പുനർനിർമ്മാണത്തിന് എത്ര ഉപകരിക്കും? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മോടൊപ്പം അതിഥികളായി CPM വക്താവ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, അഡ്വക്കേറ്റ് TP സിന്ധുമോൾ, BJP വക്താവ് ഡോക്ടർ ജിൻഡോ ജോൺ, കോൺഗ്രസ് വക്താവ് കെ ഷാജി, മാധ്യമ പ്രവർത്തകർ എന്നിവർ. അതിനു മുമ്പ് ഇന്ന് ചർച്ചയിലുണ്ടായിരുന്ന മന്ത്രി മുഹമ്മദ് റിയാസ് ആദ്യം നമ്മുടെ ചർച്ചയിൽ ചേരുന്നു. മിനിസ്റ്റർ, സ്വാഗതം. ഇന്ന് 2000 കോടിയുടെ പാക്കേജാണ് സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത് എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടതാണ്. ഈ 2000 കോടി എന്ന് പറയുന്നത് ചെറിയ തുകയല്ല. അതൊരു പൂർണ്ണമായ പുനരധിവാസ പദ്ധതി എന്ന നിലയിൽ അവതരിപ്പിക്കാൻ സംസ്ഥാന സർക്കാരിനായോ? ഒന്ന്, അജിംസ്, 2000 കോടി റീകൺസ്ട്രക്ഷന് വേണ്ടി മാത്രമാണ്, പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. അതല്ലാതെയും കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അവിടുത്തെ ചളികൾ നീക്കൽ, അവിടുത്തെ ക്യാമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അവിടെ ഈ പണമിടപാട്, ബാങ്ക് ലോൺ ഉൾപ്പെടെയുള്ള അവിടുത്തെ ജീവിക്കുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങൾ തുടങ്ങി നിരവധി വിഷയങ്ങളുണ്ട്. റീകൺസ്ട്രക്ഷൻ എന്നുള്ള നിലയിൽ ഞങ്ങളൊരു പ്രാഥമികമായി ബന്ധപ്പെട്ടവരെ വെച്ചുകൊണ്ട് നടത്തിയ നാശനഷ്ടങ്ങളുടെ ഒരു കണക്കെടുത്ത് വെച്ചുകൊണ്ടുള്ളതാണത്. അപ്പോൾ പൊതുവെ എടുത്ത് പരിശോധിച്ചാൽ ഇന്ന് പ്രധാനമന്ത്രി വയനാട് സന്ദർശിക്കുന്നു എന്നുള്ളത് വയനാട് ദുരന്തത്തെക്കുറിച്ച് സസൂക്ഷ്മം വീക്ഷിക്കുന്ന ലോകത്തുള്ള ഏതൊരു മനുഷ്യനും വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് കണ്ടിട്ടുള്ളത്. കാരണം അതിജീവനം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതിജീവനത്തിന് കരുത്തായി മാറാൻ പ്രത്യേകിച്ച് ഇന്ത്യ പോലൊരു ഫെഡറൽ സംവിധാനമുള്ള ഒരു രാജ്യത്ത് കേന്ദ്ര സർക്കാരിന് വലിയ റോളുണ്ട്. ആ നിലയിൽ പ്രധാനമന്ത്രി ആ സ്ഥലം സന്ദർശിക്കാൻ വരുന്നു. നേരത്തെ 2 കേന്ദ്രമന്ത്രിമാർ വന്നു, അവർ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇന്നലെ കേന്ദ്ര ദൗത്യ സംഘം, ഒരു സംഘം വന്നു, കേന്ദ്ര സംഘം വന്നു. ആദ്യം മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തു, ചീഫ് സെക്രട്ടറിയുമായി ചർച്ച ചെയ്തു, പിന്നീട് വയനാട്ടിൽ വന്നപ്പോൾ ഞങ്ങളുമായി ചർച്ച ചെയ്തു. ആ ചർച്ചയിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെട്ടു. അതിതീവ്ര ദുരന്തമാണ്, ഒരു ദേശീയ ദുരന്തം തന്നെ ആയി ഇതിനെ പ്രഖ്യാപിക്കണമെന്നുള്ള ഞങ്ങൾ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളത് അവരുടെ സംസാരത്തിൽ മനസ്സിലായി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ സന്ദർശനം. പ്രധാനമന്ത്രി ഇവിടെ എത്തി, ദുരന്തം നടന്ന ഇടത്ത് പോയി, അതിനുശേഷം ക്യാമ്പിൽ പോയി, ആശുപത്രിയിൽ പോയി, പിന്നീട് വയനാട് കലക്ട്രേറ്റിലെത്തി അദ്ദേഹം ഞങ്ങൾ ഒക്കെയുള്ള ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തു. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഗവർണർ, കേന്ദ്രമന്ത്രി, അതുപോലെ തന്നെ ഞങ്ങൾ ഉപസമിതിയിലെ 4 മന്ത്രിമാർ, ഇവിടുത്തെ MLA, പ്രധാനപ്പെട്ട ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ എല്ലാവരും മീറ്റിങ്ങിലുണ്ട്. ആ മീറ്റിങ്ങിൽ ആദ്യം സംസ്ഥാന സർക്കാരിന് വേണ്ടി ഒരു ഡിജിറ്റൽ പ്രസൻറ്റേഷൻ ചീഫ് സെക്രട്ടറി നടത്തി. അതിനുശേഷം വളരെ വിശദമായി കേരളത്തിലെ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചു. അങ്ങനെ സൂചിപ്പിക്കുമ്പോൾ മുഖ്യമന്ത്രി ഒരു പ്രദേശമാകെ ഒലിച്ചുപോയതിനെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞു. ഒരു പ്രദേശമാകെ ഒലിച്ചുപോയതിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ തകർന്ന കെട്ടിടങ്ങൾ, സ്കൂളുകൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, കൃഷിനാശം സംഭവിച്ചത്, നിരവധി മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടത്, നിരവധി പേർക്ക് വലിയ നിലയിൽ ശാരീരികവും മാനസികമായ പ്രയാസം ഏറ്റതൊക്കെ തന്നെ അവിടെ ചൂണ്ടിക്കാട്ടി. ഇനി ഇവരുടെ ഭാവി എന്ത് എന്നുള്ള പ്രശ്നം വെച്ചുകൊണ്ട് തന്നെ വരുമാന സ്രോതസ് ഇല്ലാതായതിൻ്റെ ഭാഗമായി അവർക്ക് കൂടുതൽ തൊഴിൽ സാധ്യത ഉൾപ്പെടെ നൽകുന്ന ഒരു സംവിധാനം കൊണ്ടുവരണം, ഒരു ടൗൺഷിപ്പ് വരണം, ഒരു സ്പെഷ്യൽ പാക്കേജ് വരണം എന്നുള്ളതിൻ്റെ ഭാഗമായി ഈ പാക്കേജിൽ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ കൂടി അവിടെ വേണ്ടതുണ്ട്. അതിൻ്റെ പ്രാധാന്യം, തൊഴിലിൻ്റെ സാധ്യത ഉൾപ്പെടെ കണ്ടുകൊണ്ട് മുഖ്യമന്ത്രി അവതരിപ്പിച്ചു. അതോടൊപ്പം ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം ലോകത്താകെയുള്ള ഒരു വല്ലാത്ത ഒരു അപകടകരമായ പ്രവണതയാണ്. അത് വലിയ നിലയിൽ അനുഭവിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ആ നിലയിൽ കേരളം നേരിടുന്ന കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ളൊരു പഠനത്തിൻ്റെ ആവശ്യകത മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അതിൻ്റെ ശാക്തീകരണത്തിൻ്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടി. ഇങ്ങനെ സമഗ്രമായ ഒരു നിർദ്ദേശങ്ങൾ അടങ്ങിയ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി അവിടെ സൂചിപ്പിച്ചത്. അതിനുശേഷമാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. പ്രധാനമന്ത്രിയുടെ സംസാരത്തിൽ 970 അവസാനത്തിലെ ഗുജറാത്തിലുണ്ടായ ദുരന്തം മുതൽക്ക് തുടങ്ങി ഈ ദുരന്തം, കേരളത്തിലെ ഈ ദുരന്തവുമായി ബന്ധപ്പെടുത്തി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സംസാരത്തിലുടനീളം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾക്ക് പിന്തുണ നൽകുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇന്നലെ രാത്രി ഈ സമയത്ത് നമുക്കുണ്ടായിരുന്ന അതേ പ്രതീക്ഷ ഇന്ന് ഈ രാത്രിയാകുമ്പോഴും നമുക്കുണ്ട്.
പ്രധാനമന്ത്രിയുടെ വാക്കുകളുടെ പ്രതിഫലനമായി തീരുമാനം അധികം വൈകാതെ തന്നെ കൈക്കൊള്ളും കേന്ദ്ര സർക്കാർ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അധികം വൈകാതെ കൈക്കൊള്ളും എന്ന് പ്രതീക്ഷിക്കാം. മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ഒരു മെമ്മോറാണ്ടത്തിന്റെ അതാണ് ഈ ഒരു മെമ്മോറാണ്ടത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ 2000 കോടിക്ക് അപ്പുറമുള്ള ഒരു തുകയായിരിക്കും ആ മെമ്മോറാണ്ടത്തിൽ ഉൾപ്പെടുത്തുക. അതായത് ഏറെക്കുറെ എത്ര കോടിയുടെ ഒരു പാക്കേജാണ്, ഒരു സമഗ്രമായ പാക്കേജാണ് സംസ്ഥാനം ഉദ്ദേശിക്കുന്നത്? ശ്രീ അജീംസ്, തീർച്ചയായിട്ടും 2000-ന്റെ അപ്പുറത്ത് 2000 റീകൺസ്ട്രക്ഷന് വേണ്ടി മാത്രമാണ്. ഞാൻ ഇന്നലെ അത് പ്രസ് മീറ്റിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങളുണ്ട്. അതിൻ്റെ അപ്പുറത്തുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള മെമ്മോറണ്ടത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഉടനെ തന്നെ കേന്ദ്ര സർക്കാരിന് അയക്കുന്നതായിരിക്കും. ആ നിലയിൽ കാര്യങ്ങൾ ചെയ്ത് പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര സർക്കാർ ആ നിലയിൽ കാര്യങ്ങൾ ചെയ്തു പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ കാര്യങ്ങൾ നേരിട്ട് കണ്ടതിന് ശേഷവും പ്രധാനമന്ത്രി നേരിട്ട് കണ്ടു, നേരത്തെ തന്നെ കേന്ദ്രമന്ത്രിമാർ വന്ന് ഇവിടുത്തെ സ്ഥിതി വിലയിരുത്തി പ്രധാനമന്ത്രി ധരിപ്പിച്ചിട്ടുണ്ടാകും. കേന്ദ്ര ദൗത്യ സംഘം വന്ന് കണ്ട് വിലയിരുത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം വന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു സഹായ പ്രഖ്യാപനം ഉണ്ടായില്ല എന്നുള്ളത് നിരാശാജനകമാണോ? അല്ല, ഇപ്പം നമ്മൾ ഇതിനെ പോസിറ്റീവായി കാണുക എന്നുള്ളതാണ്. ഇപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ബീഹാറും ഹിമാചൽ പ്രദേശും ഉൾപ്പെടെയുള്ള 3 സംസ്ഥാനങ്ങൾക്ക് തുടർച്ചയായി പ്രകൃതി ദുരന്തമുണ്ടാകുന്ന സംസ്ഥാനങ്ങൾ എന്നുള്ള നിലയിൽ 11,500 കോടി രൂപയുടെ സ്പെഷ്യൽ പാക്കേജ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. അത് അധികം വൈകിട്ടില്ല, കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ്. മുഖ്യമന്ത്രി ഇന്ന് തൻ്റെ സംസാരത്തിൻ്റെ അവസാനം കൺക്ലൂഷനിൽ സൂചിപ്പിച്ചത് ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും അതിതീവ്ര ദുരന്തമെന്നുള്ള നിലയിലുള്ള എല്ലാ സഹായം വേണമെന്നുള്ളതുമാണ്. പ്രധാനമന്ത്രി അതിനെ ഖണ്ഡിച്ചിട്ടില്ല, പ്രധാനമന്ത്രി അതിനെ എതിർത്തിട്ടില്ല. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളെ അതേ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഇതിനെല്ലാ നിലയിലുള്ള പിന്തുണയും കേന്ദ്ര സർക്കാർ നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് ചെയ്യാം. കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ലഭിക്കാത്തത് കാരണം ഒരു കാര്യവും മുടങ്ങില്ല, എല്ലാ നിലയിലും സഹായിക്കുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി മിനിസ്റ്റർ ഇത്രയും സംസാരിച്ചതിന്. എന്തായാലും സംസ്ഥാന സർക്കാർ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന കാര്യം വ്യക്തമായി വിവരിച്ചു ഇവിടെ മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ഞാൻ അതിഥികളിലേക്ക് പോവുകയാണ്. നമ്മളോടൊപ്പം അതിഥികളായ ഒരിക്കൽ കൂടി അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, CPM വക്താവ്, BJP വക്താവ് അഡ്വക്കേറ്റ് TP സിന്ധുമോൾ, കോൺഗ്രസ് വക്താവ് ഡോക്ടർ ജിൻഡോ ജോൺ, മാധ്യമപ്രവർത്തകൻ K ഷാജി എന്നിവർ ചേരുന്നു. ആദ്യം അനിൽകുമാർ, മിനിസ്റ്റർ ഇവിടെ വിശദീകരിച്ചത് 2000 കോടി എന്നുള്ളത് റീകൺസ്ട്രക്ഷന് വേണ്ടി മാത്രം ആവശ്യമായി വരുന്ന തുകയാണ്, അതല്ല നമ്മുടെ യഥാർത്ഥ ആവശ്യം. അപ്പോൾ കേന്ദ്ര സർക്കാരിന് മുമ്പിൽ ഒരു കൂടുതൽ വിശാലമായൊരു മെമ്മോറാണ്ടം സമർപ്പിക്കാൻ പോവുകയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനമാണ് പ്രധാനമന്ത്രിയിൽ നിന്ന് ഉണ്ടായതെന്നാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറയുന്നത്. എങ്കിൽ ഇന്ന് പ്രധാനമന്ത്രി അതിലൊരു ഒരു പ്രഖ്യാപനം നടത്തേണ്ടതായിരുന്നില്ലേ? യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ഇത്ര കോടി പ്രഖ്യാപിക്കും, അടിയന്തരമായി ഇത്ര തുക വകയിരുത്തുമെന്ന് പ്രഖ്യാപിക്കേണ്ടതായിരുന്നില്ലേ? അല്ല, താൽക്കാലികമായ പ്രഖ്യാപനങ്ങളല്ല, ശാശ്വതമായ പരിഹാരമാണ് ആവശ്യം. അതുമായി ബന്ധപ്പെട്ട 2 തലത്തിലാണ് സർക്കാർ ഇക്കാര്യം സമീപിക്കുന്നത്. ഒന്ന്, 3 ഗ്രാമങ്ങൾ ഒലിച്ചുപോയി, അവർക്ക് അവിടെ തിരിച്ച് ജീവിക്കാനാവില്ല. സ്വാഭാവികമായും ഒരു പുതിയ ടൗൺഷിപ്പ് നിർമ്മിക്കുന്നവരെ ഒരു 2 കൊല്ലക്കാലമെന്ന് കണക്കാക്കി ഇവരെല്ലാം താൽക്കാലികമായ താമസ സൗകര്യങ്ങൾ ഒരുക്കണം. അവിടെ അവർക്ക് ജോലി ചെയ്ത് ജീവിക്കാനാകണം. അവരുടെ മക്കൾക്ക് അവിടെ പഠിക്കാൻ സൗകര്യമുണ്ടാകണം. അത് കഴിയുമ്പോൾ അവരുടെ ജീവിതം ഇവിടേക്ക് ടൗൺഷിപ്പിലേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ വിദ്യാലയങ്ങളും ആരാധനാലയങ്ങളും കളിസ്ഥലങ്ങളും ഉൾപ്പെടെ എങ്ങനെയാണോ ആധുനിക ജീവിത പരിസരത്ത് കേരളം എങ്ങനെയാണോ ഓരോ മനുഷ്യനും ജീവിക്കുന്നത്, ആ ഉയരത്തിലേക്ക് വയനാട്ടിലെ ഈ മനുഷ്യരെയും ഉയർത്തിയെടുക്കണം. ഇതാണ് കേരളത്തിന് മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൻ്റെയും മറ്റ് സാങ്കേതികളുടെയും മുമ്പിൽ നോക്കുമ്പോൾ ഒരു ദുരന്തമുണ്ടായാൽ അതിന് ദേശീയ മാനദണ്ഡങ്ങൾ പ്രകാരം കൊടുക്കുന്ന ഒരു ഫണ്ടുണ്ട്. പക്ഷെ കേരളത്തിൻ്റെ ജീവിത നിലവാരം അതല്ല. ഉദാഹരണമായിട്ട് വെള്ളാർമല സ്കൂള് ഏത് നഗരത്തിലെ ഏത് കോസ്മോപൊളിറ്റൻ വിദ്യാലയത്തിൽ ലഭിക്കുന്നതിനേക്കാൾ മികച്ച വിദ്യാഭ്യാസം നേടുന്ന ഒരു വെള്ളാർമല സ്കൂളും അവിടുത്തെ പൂമ്പാറ്റ കലപ്പുള്ള കുട്ടികളെയും കേരളം കണ്ടു. അപ്പോൾ വയനാടിൻ്റെ അങ്ങേ മൂലയ്ക്ക് മലയോരത്ത് അല്ലെങ്കിൽ കാട്ടിനോട് ചേർന്ന് താമസിക്കുന്നവർ പോലും
എത്ര ആധുനിക ജീവിതമാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വയനാടിൻ്റെ ഈ നേർക്കാഴ്ച നമ്മുടെ മുമ്പിലുണ്ട്. അവരെ അവിടേക്കാണ് തിരിച്ചെത്തിക്കേണ്ടത്. അപ്പോൾ അതിന് ദേശീയ തലത്തിൽ ഒരു സാധാരണഗതിയിൽ ദേശീയ ദുരന്ത നിവാരണത്തിൻ്റെ ഭാഗമായി L3 വിഭാഗത്തിൽപ്പെട്ട തീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചാലും നമ്മുടെ പ്രശ്നം തീരില്ല. അതുകൊണ്ട് വയനാട് പാക്കേജ് എന്ന് പറയുന്നത് ആ തലത്തിൽ കേരളത്തിൽ നഷ്ടപ്പെട്ടതെന്തോ അത് വീണ്ടെടുത്ത് കൊടുക്കാൻ നൽകുന്ന തരത്തിലുള്ള സഹായമായി മാറണം. അത് കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ കേരളത്തിനായിട്ടുണ്ട്. കുറെക്കൂടെ സാങ്കേതികമായി സൂക്ഷ്മമായി ഉദ്യോഗസ്ഥ തലത്തിൽ ഇത് ബോധ്യപ്പെടുത്താൻ തക്കവണ്ണമുള്ള നിവേദനമാണ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്രം അടിയന്തരമായി ഇടപെടേണ്ട പ്രധാനപ്പെട്ട പ്രശ്നം ഭാവിയിൽ ഇത് ആവർത്തിക്കാം. ഉദാഹരണമായിട്ട് കോട്ടയത്ത് കൂട്ടിക്കൽ ദുരന്തമുണ്ടായി. കൂട്ടിക്കൽ പ്രളയ ദുരന്തമുണ്ടായത് പകലാണ്. പകലായതുകൊണ്ട് എന്ത് സംഭവിച്ചു? പലരും വീടുകളിൽ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഈ വെള്ളത്തിൻ്റെ വരവറിഞ്ഞപ്പോൾ തന്നെ പലർക്കും രക്ഷപ്പെടാൻ കഴിഞ്ഞു. ജീവനുകളുടെ നഷ്ടപ്പെടലിൻ്റെ എണ്ണം കുറഞ്ഞു. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചത് ആദ്യം ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു. സ്വാഭാവികമായും കേരളത്തിൻ്റെ നന്മയനുസരിച്ച് ആളുകൾ ഓടിക്കൂടുന്നു. മേൽപ്പാടിയിൽ നിന്നൊക്കെ ആളുകൾ ഓടിച്ചെല്ലുന്നു. കുറേ ആളുകൾ സുരക്ഷിതമെന്ന് കരുതുന്ന വീടുകളിലേക്ക് കൊണ്ട് താമസിപ്പിക്കുന്നു. അവിടെ അടിച്ച് രണ്ടാമത്തെ ഘട്ടം വെള്ളം വരുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഓടിയെത്തിയ രക്ഷാപ്രവർത്തകരടക്കം അതിൽ പെട്ടുപോവുകയാണ്. ഇതാണ് വയനാട്ടിൽ സംഭവിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്ന പ്രാദേശിക ആഘാതം എങ്ങനെയായിരിക്കുമെന്ന് കൃത്യമായി ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ തക്കവണ്ണം നമുക്ക് സംവിധാനം ഉണ്ടാക്കണം. അങ്ങനെ മുന്നറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആളുകളുടെ ഉത്തരവിട്ട ആളുകൾ മാറില്ല. അപ്പോൾ പോയി താമസിക്കുന്ന ഇടങ്ങളെ സംബന്ധിച്ച് ഒരു പ്ലാൻ ബി ഉണ്ടാകണം. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ഗ്രാമങ്ങളെ കണ്ടെത്തി നിങ്ങൾക്കൊരു വെല്ലുവിളി നേരിടുന്ന വിഷയം വന്നാൽ സുരക്ഷിതമായി മറ്റൊരു താമസയിടമുണ്ട്, അവിടെ പോയി താമസിക്കേണ്ടി വരും എന്ന ജാഗ്രതയായ ഒരു പ്ലാൻ ബി കൂടി കരുതിക്കൊണ്ട് ജീവിക്കേണ്ട മേഖലകളായി കേരളത്തിൻ്റെ ഏറ്റവും പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലെ ഇത്തരമിടങ്ങളിലെ ജനജീവിതത്തെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. അതിന് കൃത്യമായൊരു അറിയിപ്പെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. വിവാദങ്ങൾക്ക് അവസരമില്ലെങ്കിൽ പോലും പച്ച ആണ് അവിടെ കാണിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ അടുത്ത് വന്നാൽ മണ്ണിടിച്ചിലിനെ സംബന്ധിച്ച് യാതൊരു സാധ്യതയും ഇല്ല എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായ ജിയോളജിക്കൽ സംവിധാനം പ്രവചിക്കുന്നിടത്താണ് അതിന് വ്യത്യസ്തമായൊരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ അവരുടെയും പിടിയിൽ നിൽക്കുന്നില്ല. ഉദ്യോഗസ്ഥ വീഴ്ചയല്ല, നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതിനപ്പുറത്താണ് ആഘാതം. അതിന് പരിഹാരമുണ്ടാക്കലാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ സർക്കാർ വിജയകരമായി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നൊരു കാര്യം. ശരി, ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ TP സിന്ധുമോൾ, ഇത് ഇപ്പോൾ ദുരന്തം നടന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം. കുറഞ്ഞപക്ഷം ആ ദുരന്തബാധിത മേഖലയിലെ അതിജീവിച്ചവരുടെ മനസ്സിലെങ്കിലും ഒരു കുളിർമഴ പെയ്ച്ചിട്ടുണ്ടാകും. അത്ര ഹൃദ്യമായ ഒരു സന്ദർശനം അദ്ദേഹം നടത്തിയെന്ന് തന്നെ പറയാം. കാരണം ഇരകളെ അവർ സന്ദർശിച്ചു, ഈ പറയുന്ന ദുരന്ത മേഖല നേരിൽ കണ്ടു, ആ ദുരന്തത്തിൻ്റെ വ്യാപ്തിയും തീവ്രതയും നേരിട്ട് മനസ്സിലാക്കി. പക്ഷേ ഒരു അടിയന്തര സഹായം പ്രഖ്യാപിക്കേണ്ടതായിരുന്നില്ലേ? അങ്ങനെയല്ല ഇത്. അദ്ദേഹം തന്നെ പറഞ്ഞതാണ്, ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ അദ്ദേഹം കേരള മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെടുകയും സായുധ സേനകൾ ഉൾപ്പെടെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ അദ്ദേഹം നിർദ്ദേശിക്കുകയും അതിവിടെ എത്തുകയും എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുകയും ചെയ്തു എന്നുള്ളത് അദ്ദേഹം തന്നെ പറയുകയും ഇതിനോടകം തന്നെ ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ അത് പറയുകയും ചെയ്തിട്ടുള്ളതാണ്. എല്ലാ കാലത്തും അദ്ദേഹം ഒപ്പം നിന്നിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിൽ മാത്രമല്ല ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾക്കറിയാം, കൊല്ലം 1-2 സംഭവങ്ങൾ മാത്രം അതിന് മുന്നോടിയായിട്ട് കാണിക്കാൻ ആഗ്രഹിക്കുന്നു. കൊല്ലത്തൊരു വലിയ വെടിക്കെട്ട് അപകടമുണ്ടായി പുറ്റിങ്ങലിൽ. അന്ന് അദ്ദേഹം അവിടെ 2016 അദ്ദേഹം അവിടെ കൊല്ലത്ത് വന്ന് സന്ദർശിച്ച് അവിടെ അടിയന്തര പാക്കേജ് ധനസഹായം ഉൾപ്പെടെ പ്രഖ്യാപിക്കുകയും അവിടുത്തെ ഇരകൾക്കൊപ്പം നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കണ്ടത് ഓഖി ദുരന്തമുഖത്ത് അദ്ദേഹം പൂന്തുറയിൽ എത്തുന്നത് കണ്ടു. ഓഖി ദുരന്തമുഖത്ത് അദ്ദേഹം ഈ അടിയന്തര ധനസഹായം നൽകിയിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം കൂടിയാണ്. അവിടുത്തെ 2018 ഒരു പ്രളയം നമ്മൾ എല്ലാവരും കണ്ടതാണ്. ആ 2018 പ്രളയത്തിൽ എന്തൊക്കെയാണ് നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ വേണമെന്നുള്ള ഒരു കണക്കെടുപ്പിന് മുന്നേ തന്നെ ഏതാണ്ട് 600 കോടി രൂപ അനുവദിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഓഖി ദുരന്തമുഖത്ത് അദ്ദേഹം എത്തി. ഏതാണ്ട് 147 ആളുകളാണ് അതിൽ മരണപ്പെട്ടത്. ഏതാണ്ട് 51 ആളുകളെ കണ്ടെടുക്കാൻ സാധിച്ചുള്ളൂ. അതെല്ലാം നമ്മൾ കണ്ടതാണ്. അദ്ദേഹം അവിടെ എത്തി. ഇതുപോലെ കേരളത്തിലുണ്ടാകുന്ന ഇത്തരം എല്ലാ പ്രശ്നങ്ങളിലും അതാത് സമയത്ത് ഇടപെടുകയും അവിടെ എത്തുകയും ചെയ്യുന്ന ഒരു മനുഷ്യത്വപരമായ സമീപനം ഒരു പ്രധാനമന്ത്രി എങ്ങനെയാണോ പെരുമാറേണ്ടത് ജനങ്ങളുടെ അടുത്ത്, അതേപോലെ വന്ന് പെരുമാറുന്ന അദ്ദേഹം
ഇന്ന് വയനാട്ടിലെത്തിയപ്പോൾ അദ്ദേഹം ഈ അവലോകന യോഗത്തിന് ശേഷം പറഞ്ഞത് ആ കാര്യങ്ങൾ മാത്രം മതി. നമ്മൾക്ക് വളരെയധികം ശുഭാപ്തി വിശ്വാസത്തോടെ ഈ ഗവൺമെന്റിനെയും ഒപ്പം കേരളത്തിലെ ജനങ്ങളെയും ഒക്കെ അദ്ദേഹം ചേർത്ത് പിടിക്കുമെന്ന് അദ്ദേഹം നൽകിയ ഉറപ്പ്, അദ്ദേഹത്തിന്റെ ആ വാക്കുകളിൽ കൂടി തന്നെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ദുരിതം അനുഭവിക്കുന്നവരുടെ ഒപ്പം ഈ രാജ്യം മുഴുവൻ നിൽക്കുന്നു, ഈ സംസ്ഥാനത്ത് ജനങ്ങൾ ഭരണകൂടം ഒപ്പം നിൽക്കുന്നു, ഒപ്പം ഈ ഗവൺമെന്റും അതിന്റെ ഒപ്പം നിൽക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. പണത്തിന്റെ അഭാവം കൊണ്ട് ഒരു പുനർനിർമ്മാണ പ്രവർത്തനങ്ങളും തടസ്സപ്പെടുകയില്ല എന്ന് വ്യക്തമായി അദ്ദേഹം നമ്മളോട് പറഞ്ഞിരിക്കുന്നു. അവിടെ അനാഥരാക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്കുൾപ്പെടെ അവരെ 1-2 ദിവസത്തേക്കല്ല, അവരുടെ ജീവിതകാലത്തിലേക്ക് അവരുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ ഒരു വലിയ പാക്കേജ് അതുണ്ടാകണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്നു. എല്ലാ കാര്യത്തിലും അദ്ദേഹം ഇടപെടുകയും സാന്ത്വനം നൽകുകയും ചെയ്തതിനു ശേഷമാണ് തിരിച്ചു പോയിരിക്കുന്നത്. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വാക്ക് വിശ്വസിക്കാം. ഒരു നല്ല പാക്കേജ് തന്നെ ഈ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ശ്രീ മുഹമ്മദ് റിയാസ് ഒക്കെ പറഞ്ഞതുപോലെ തന്നെ വയനാടിനെ റീകൺസ്ട്രക്ട് ചെയ്യുവാനുള്ള ഒരു നല്ല പാക്കേജ് തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് നമുക്ക് അതിലൊരു സംശയവും വേണ്ട. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രമല്ല സഹായഹസ്തവുമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഞാനിത് വിമർശനത്തിന് വേണ്ടി പറയുകയല്ല. ഇവിടെ ചില സിഗ്നൽ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇവിടെ നേരത്തെ അറിയാൻ പറ്റിയില്ല എന്നൊക്കെയുള്ള ആരോപണം ശ്രീ അനിൽകുമാർ പറഞ്ഞു. അത് CPM ഒക്കെ സൃഷ്ടിച്ച ഒരു വലിയ നരേറ്റീവിന്റെ ഭാഗമായിട്ടാണ് ശ്രീ അമിത്ഷാ ഉൾപ്പെടെയുള്ളവരെ അവർ വിമർശിക്കുന്നതെന്ന് നമുക്കറിയാം. ഒരു വലിയ മഴക്കെടുതി ഉണ്ടാകാൻ പോകുന്നു, കേരളത്തിൽ മാത്രമല്ല പല സംസ്ഥാനങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ള മുന്നറിയിപ്പ് തന്നപ്പോൾ അതിനെ ഒരു വരാൻ പോകുന്ന ഒരു ദുരന്തത്തിന്റെ മുന്നോടിയായി കാണാൻ സാധിക്കാത്ത നമ്മുടെ സംവിധാനത്തെക്കുറിച്ച് ഞാനിപ്പോൾ വിമർശനങ്ങൾക്ക് പോകുന്നില്ല, അത് അദ്ദേഹം ചിന്തിക്കട്ടെ. പക്ഷെ ഇവിടെ കേരള ചീഫ് മിനിസ്റ്ററുടെ ദുരിതാശ്വാസ നിധിയിൽ വക കൊള്ളിച്ചിരിക്കുന്നത് നിയമസഭയിൽ പറഞ്ഞതാണ്, അവതരിപ്പിച്ചതാണ്. ഏതാണ്ട് 1617 കോടി രൂപയുണ്ട് എന്ന് വകയിരുത്തിയിട്ടുണ്ട്. അതിലേതാണ്ട് ഒരു 60 കോടി രൂപയാണ് ഇപ്പോൾ വയനാടിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 2021-22 തന്നെ സെൻട്രൽ ഗവൺമെന്റ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് SDMF സ്റ്റേറ്റ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ടിലേക്ക് 347.55 കോടി രൂപ അനുവദിച്ചത് 2022 കൊടുത്തിട്ടുണ്ട്. ഒപ്പം അതിന്റെ കൂടെ ഇൻ അഡീഷൻ 115.85 കോടി രൂപയും ചേർത്ത് 463.40 25-26 15-ാം ധനകാര്യ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തെ കരുതുന്ന ഒരു ഗവൺമെന്റ് തന്നെയാണ് നരേന്ദ്രമോദി ഗവൺമെന്റ്. അദ്ദേഹത്തിന് കേരളം വ്യത്യാസമില്ല, ഗുജറാത്ത് വ്യത്യാസമില്ല, ജാർഖണ്ഡും ഒറീസയും വ്യത്യാസമില്ല. എവിടെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നവോ അവിടെ സഹായഹസ്തങ്ങളുമായി എത്തുന്ന, മനുഷ്യത്വപരമായി രാഷ്ട്രീയം ഒന്നും പറയാതെ സഹായഹസ്തവുമായി എത്തുന്ന ഒരു പ്രധാനമന്ത്രി ആയതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തെ വിശ്വസിക്കാമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. പുനർനിർമ്മാണത്തിന് 2000 കോടി, പിന്നെ അതല്ലാത്ത ദീർഘകാല പദ്ധതികൾ കൂടി സംസ്ഥാന സർക്കാരിൻ്റെ പ്ലാനിലുണ്ട്. അതൊരു മെമ്മോറാണ്ടമാക്കി തരുമെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. അതായത് ഈ ആളുകളെ പുനരധിവസിപ്പിക്കുക, മറ്റൊരു ടൗൺഷിപ്പ് ഉണ്ടാക്കി പുനരധിവസിപ്പിക്കുക, അപ്പോൾ തകർന്നു പോയ സ്ഥലം വീണ്ടും പുനരുജ്ജീവിപ്പിക്കുക. ഇതാണോ യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാർ പ്ലാൻ ചെയ്യേണ്ടത്? നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രധാനമന്ത്രി ഇവിടെ വന്നു. അദ്ദേഹം വളരെ അനുഭാവപൂർവ്വം നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരൊക്കെ പറയുന്നത്, സ്ഥലമല്ലിയൊക്കെ പറയുന്നത് കേട്ടു. ഒപ്പം തന്നെ ഈ ദുരന്ത സ്ഥലത്തൊക്കെ സന്ദർശിച്ചു. അവിടെ ആശുപത്രിയിലൊക്കെ ഉള്ള ആളുകളെ ചേർത്ത് പിടിക്കുന്നതും അവരോട് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും ഒരു ദുരന്താനന്തരം ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി വരുന്നു, അദ്ദേഹം ഒരു വലിയ സന്ദേശം കൊടുക്കുന്നു. ഈ രാജ്യം ഇവിടെ ജനങ്ങളുടെ കൂടെയുണ്ട്, ഈ കഷ്ടത അനുഭവിച്ച മനുഷ്യരോടൊപ്പം ഉണ്ട്. വലിയ കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ സംസ്ഥാനം ഇപ്പോൾ 2000 കോടിയുടെ കാര്യം പറഞ്ഞു. ഒപ്പം തന്നെ ഇപ്പോൾ റിയാസ് പറഞ്ഞതുപോലെ അതിൽ കൂടുതൽ ചെലവ് തരും, വളരെ ബഹുതല സ്പർശിയായിട്ടുള്ള ഒരു പുനരധിവാസം തന്നെ നമ്മൾ കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെയും ഒരു പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് നമ്മൾ കാണുമ്പോൾ ചില ഭയാശങ്കകൾ വരുന്നു. കാരണം ഇപ്പം തന്നെ ഈ BJPയുടെ പ്രതിനിധി പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഓഖിയുടെ ദുരന്തത്തിന് ഇരയായ മനുഷ്യർക്ക് വേണ്ടിയിട്ട് പുനരധിവാസത്തെ പറ്റി പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഓഖിയൊക്കെ കഴിഞ്ഞ് 4-5 കൊല്ലം കഴിഞ്ഞ് നമ്മൾ ചെന്ന് നോക്കുമ്പോഴും ശരി, അദ്ദേഹത്തിന് ഞാൻ മടങ്ങി വരാം. അനിൽകുമാറിലേക്ക് വീണ്ടും പോകുന്നു. അനിൽകുമാർ, ഈ പുനരധിവാസം എന്നുള്ളത് മാത്രം നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ മുമ്പ് പെട്ടിമല ദുരന്തമുണ്ടായവർക്ക് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച തുക കൃത്യമായി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കേന്ദ്രം പ്രഖ്യാപിച്ച തുക ഇനിയും കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന അവിടുത്തെ ദുരന്തത്തെ അതിജീവിച്ചവരുമുണ്ട്. അപ്പോൾ പ്രഖ്യാപനം മാത്രം നടക്കുക,
സംസ്ഥാന സർക്കാർ അവരുടെ കൈവശമുള്ള ഫണ്ട് ഉപയോഗിച്ച് പരമാവധി പുനരധിവാസം നടത്തുക, പ്രഖ്യാപനം അതിൻ്റെ വഴിക്ക് പോവുക, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ? അല്ല, ഇവിടെ ഇന്ത്യ രാജ്യത്ത് സംസ്ഥാനങ്ങൾക്കിടയിൽ വിവേചനമില്ല എന്ന് ഇന്നത്തെ ദിവസം ബഹുമാനപ്പെട്ട ടി പി സിന്ധു പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. ഞങ്ങളത് പറയാൻ ഉദ്ദേശിച്ച ദിവസമല്ല ഇത്. കാരണം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വന്ന് വൈകാരികമായി നമ്മളെ ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനാണ് നമുക്കിഷ്ടം, അനുഭവങ്ങൾ മറിച്ചാണെങ്കിലും. ഉദാഹരണമായിട്ട് 2018 പ്രളയം വന്നപ്പോൾ UAE സർക്കാർ 700 കോടി രൂപയുടെ വാഗ്ദാനം പ്രഖ്യാപിച്ചു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അതിനനുകൂലമായി അവരെ അഭിനന്ദിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ കേരളം ആ സഹായം സ്വീകരിക്കേണ്ടതില്ല, വിദേശത്തു നിന്നും ഇത്തരം സഹായങ്ങൾ ഇന്ത്യ സ്വീകരിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചു. കേരളത്തിലെ ദുരിതം കഴിഞ്ഞിട്ട് പിന്നെ ഉത്തരാഖണ്ഡിൽ പ്രളയമുണ്ടായി. അപ്പോൾ വിദേശത്തു നിന്ന് പണം വന്നു. ആ പണം സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിനെ അവിടെ അനുവദിച്ചു. എന്താണ് അങ്ങനെ ഒരു പന്തിയിൽ 2 വിളമ്പ് വരുന്നത്? ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കർണാടകത്തിൽ പോയി. കർണാടകത്തിൽ പോയിട്ട് 1.5 കൊല്ലം മുമ്പ് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിരുന്നു. വരൾച്ചയ്ക്ക് വേണ്ടി 1000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചു. ഏത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഏത് കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഏത് കേന്ദ്ര മാനദണ്ഡ പ്രകാരമാണ്? ഇപ്പം തന്നെ ബീഹാറിന് 15,000 കോടി രൂപ നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചു, പ്രത്യേക പാക്കേജ്. നമ്മൾ പറയുന്നത് ഇന്ത്യ രാജ്യത്തൊരു വിവേചനവും കാണിക്കാത്ത സർക്കാരാണ് ബഹുമാനപ്പെട്ട മോദി സർക്കാർ എന്നല്ല ഞങ്ങളുടെ കേസ്. ആരുടെയും കരളിലിയിപ്പിക്കുന്ന, ആരുടെയും കണ്ണു തുറപ്പിക്കുന്ന ഒരു അനുഭവം. അല്ല അനിൽകുമാർ, കർണാടകയ്ക്ക് പ്രഖ്യാപിച്ച വരൾച്ചാ ദുരിതാശ്വാസം കൊടുക്കുമ്പോൾ കർണാടകയ്ക്ക് പ്രഖ്യാപിച്ച വരൾച്ചാ ദുരിതാശ്വാസം കിട്ടിയില്ല എന്ന് പറഞ്ഞ് പിന്നീട് അവർക്ക് സമരം ചെയ്യേണ്ടി വന്നു. അല്ല, അത് പിന്നെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പിന്നെ ചിലപ്പോൾ പാലം കടന്നു കഴിഞ്ഞ് കൂരായണ പറഞ്ഞ് കാണും. പെട്ടിമുടിയിലെ അനുഭവം പോലെ. പെട്ടിമുടിയിലെ ദുരന്തത്തിലെ അനുഭവം അതല്ലേ? കേരള സർക്കാർ എന്താണോ ചെയ്യേണ്ടത് കേരള സർക്കാർ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ കമ്പനി ചെയ്യേണ്ടത് കമ്പനി ചെയ്തിട്ടുണ്ട്. 2 കോടി രൂപ 2 ലക്ഷം കൊടുക്കാമെന്ന കേന്ദ്രത്തിൻ്റെ സഹായം കിട്ടിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യത്തോടെ അതിൻ്റെ 2ാം ദുരിത വർഷത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അനുഭവത്തിൽ. ഇവിടെയാണ് നമ്മൾ കൃത്യമായിട്ട് പറയുന്നത്, കേരളം ഇന്ന് നേരിടുന്ന പ്രശ്നം ചെറുതല്ല. ഇവിടെ ടി പി സിന്ധു പറയുമ്പോൾ ഏതാണ്ട് ഒത്തിരി പൈസ മിച്ചം കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനൊന്നുമല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ധനകാര്യ കമ്മീഷൻ്റെ മാനദണ്ഡങ്ങൾ പ്രകാരം ഓരോ ബഡ്ജറ്റിനകത്തും ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം നിശ്ചിത തുക അലോട്ട് ചെയ്യും. അത് കേന്ദ്രത്തിൻ്റെ നിലപാടിൻ്റെ വിധേയമായിട്ടാണ് അത് അനുവദിക്കപ്പെടുന്നത്. അപ്രകാരം പണം അവിടെ ഉണ്ടെങ്കിലും അനുവദിക്കുന്ന കേന്ദ്രമാണ്. അങ്ങനെ കേന്ദ്രം അനുവദിക്കുമ്പോൾ ഒരു സാധാരണ ദുരന്തമായിട്ട് വയനാടിനെ കാണരുത്. ഗ്രാമങ്ങൾ ഒലിച്ചു പോയതാണ്. വെള്ളാർമല പോലൊരു സ്കൂളിനകത്തെ ആധുനിക ജീവിതം സാധ്യമാക്കിയ ഒരു കേരളത്തിൻ്റെ പ്രത്യേകതയുണ്ട്. അത്തരത്തിലുള്ള ഉയർന്ന ജീവിതം ഞങ്ങൾക്കവിടെ സാധ്യമാക്കാൻ, അവിടുത്തെ മനുഷ്യരെ ചേർത്ത് പിടിക്കാനാകുന്ന വിധം കേന്ദ്രം സഹായിക്കുമോ? നമുക്ക് കുടിൽ വെച്ച് കൊടുത്താൽ പോരല്ലോ. ഉത്തരേന്ത്യയിൽ 72,000 രൂപയ്ക്ക് കുടിൽ വെച്ച് കൊടുക്കുന്ന പോലെ കേരളം വീട് വെച്ച് കൊടുത്താൽ പോരല്ലോ. നമ്മൾ കൊടുക്കുന്ന 4 ലക്ഷം രൂപ പോരല്ലോ അവർക്കൊരു ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ. മാത്രമല്ല 1-2 ഏക്കർ സ്ഥലത്ത് ജീവിച്ചവരായിരിക്കും ഇപ്പോൾ കൂട്ടിലടച്ച കിളിയെപ്പോലെ ജീവിക്കേണ്ടി വരിക നഷ്ടങ്ങളുടെ നടുവിൽ. അപ്പം അത് മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്, ഇവിടെ അന്നത്തെ ദിവസം മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് പച്ച മുന്നറിയിപ്പായിരുന്നു ഉണ്ടായിരുന്നതെന്നുള്ളത് നമ്മുടെ മുമ്പിൽ രേഖയുള്ളതാണ്. അതിന് വ്യത്യസ്തമായി അമിത്ഷയാണ് പറഞ്ഞത്, നമ്മളാരും പറഞ്ഞില്ല. കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല എന്ന് കേരളം ഒരിടത്തും പരാതിപ്പെട്ടിട്ടില്ല. നമ്മൾക്ക് ലഭിച്ചിരുന്ന മുന്നറിയിപ്പ് ഇതാണെന്ന് എല്ലാവരുടെയും മുമ്പിലുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന് അമിത്ഷാ പറഞ്ഞപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞ കണക്ക് തെറ്റാണല്ലോ എന്ന് നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിന് തന്നെ കാലാവസ്ഥാ വകുപ്പിൻ്റെ ചുമതലക്കാരും അതുപോലെ തന്നെ മറ്റുള്ളവരും ഒക്കെ തന്നെ കൃത്യമായിട്ടും എന്താണ് മുന്നറിയിപ്പ് നൽകിയത്. ഇനിയൊരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ദുരന്തം കഴിഞ്ഞ് രാവിലെ 6 മണിക്ക് റെഡ് അലേർട്ട് നിങ്ങൾ പ്രഖ്യാപിച്ചത്? 572 മില്ലിമീറ്റർ മഴ പെയ്തതിന് ശേഷമാണോ റെഡ് അലേർട്ട് അവിടെ പ്രഖ്യാപിക്കേണ്ടത് വയനാട് ജില്ലയിൽ? ഒരു രാഷ്ട്രീയമായ തർക്കത്തിന് വേണ്ടിയല്ല ഉന്നയിക്കുന്നത്. ഇതെന്താ പ്രശ്നം? ഒരു സ്ഥലത്ത് പ്രത്യേകമായി ഈ പറയുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ആഘാതമുണ്ടാക്കുന്ന തരത്തിലേക്ക് അതിതീവ്രമഴ വന്ന് അവിടെ കൂമ്പാര മേഘങ്ങൾ പെയ്തിറങ്ങുന്നൊരു വിഷയമുണ്ടാകുമ്പോൾ കണ്ടുപിടിക്കാൻ ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. അതിന് തക്കവണ്ണം വികേന്ദ്രീകൃതമായ കണ്ടുപിടുത്ത കേന്ദ്രങ്ങൾ ഫലപ്രദമാക്കി നമുക്ക് വിന്യസിക്കണം. ആ വിന്യസിക്കണമെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടത്. പ്രത്യേകിച്ചും കേരളം മലനാടും തീരദേശവും അതിനിടയ്ക്ക് ഇടനാടും
ഈ ഇത്രയേറെ മലനാടുള്ള കേരളത്തിനകത്ത് കേരളത്തിൻ്റെ ഭാവി സംരക്ഷണത്തിന് നിങ്ങളുടെ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കുറെ കൂടെ ഫലപ്രദമാക്കണം. അതിന് കേരളത്തിനകത്തുള്ള കേന്ദ്രങ്ങളെ ശക്തിപ്പെടുത്താൻ കേന്ദ്രമാണ് ചെയ്യേണ്ടത്. കാരണം കാലാവസ്ഥയെന്ന് പറയുന്നത് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഇൻ്റർനാഷണലായി കൈകാര്യം ചെയ്യുന്നൊരു ഇഷ്യൂ ആണ്. വിവിധ രാജ്യങ്ങളുമായിട്ടുള്ള കോർഡിനേഷൻ ഇതിനകത്തുണ്ട്. ഒരു സംസ്ഥാനത്ത് മാത്രം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. അറബിക്കടൽ കേരളത്തിൻ്റെ കയ്യിലല്ല. അപ്പോൾ എന്ത് വേണം? കേന്ദ്രം അതിൽ നിലപാട് സ്വീകരിക്കണം. അതാവശ്യപ്പെട്ടിട്ടുണ്ട്. രണ്ടൊരു പ്രാഥമികമായിട്ടാണ് 2000 കോടി രൂപ. ശരി. ആ 2000 കോടി രൂപയിൽ ഇപ്പോൾ ആവശ്യമുള്ള കാര്യം എന്താണ്? താൽക്കാലികമായ താമസം, താൽക്കാലികമായ അതിജീവനം, അതൊക്കെ അങ്ങ് അത് മുമ്പ് വിശദീകരിച്ചു. അതിപ്പോൾ ദീർഘകാല പദ്ധതികൾ ആവശ്യമായി വരുമ്പോൾ കൂടുതൽ ചെലവ് ആവശ്യം വരുമെന്ന് അങ്ങ് മുമ്പ് വിശദീകരിച്ചാണ്. ഞാൻ വരാങ്ങയിലേക്ക് ശ്രീ കെ ഷാജി അങ്ങ് തുടരുക. മുമ്പ് കട്ടായി പോയതാണ്. അപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ വേറൊരു കാര്യം, ഇപ്പോൾ നമ്മളിപ്പോൾ 2000 കോടിയുടെ സഹായം ചോദിക്കുന്നു, അതിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതൊരു പ്ലാൻ ബി സംസ്ഥാനം ഉണ്ടാക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ പല അനുഭവങ്ങളും മുൻപുണ്ട്. കേന്ദ്രം വലിയ തുക പറയുന്നു, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാർ പ്രധാനമന്ത്രിയൊക്കെ വന്ന് കണ്ടിട്ട് പോകുന്നു, പക്ഷേ ആ പറയപ്പെടുന്ന തുക കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മൾ ഈ മനുഷ്യരുടെ, ഈ ദുരന്തം ബാധിച്ച മനുഷ്യരുടെ അന്തസ്സും ആത്മാഭിമാനവും സംരക്ഷിക്കുന്ന രീതിയിലുള്ള പുനരധിവാസ പ്രവർത്തനമാണ് നടത്തേണ്ടത്. അപ്പം അതിൽ വലിയൊരു കാര്യം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ വളരെ വിപുലമായിട്ടുള്ള ദൗർഭാഗ്യകരമാണ് അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുന്നില്ല. ഞാൻ ജിൻഡോയിലേക്ക് പോവുകയാണ്. ശ്രീ ജിൻഡോ ജോൺ, ഇന്ന് പ്രധാനമന്ത്രിയുടെ വരവിനെ പ്രതിപക്ഷം എങ്ങനെ കാണും? അജിംസെ, നമ്മൾ ഇന്ന് അദ്ദേഹം കേരളത്തിൽ വരികയും ദുരന്തബാധിത പ്രദേശങ്ങളിൽ എത്തുകയും ദുരന്തത്തിൽ ബാധിക്കപ്പെട്ട മനുഷ്യരോട് നേരിട്ട് സംവദിക്കുകയൊക്കെ ചെയ്ത അദ്ദേഹത്തിൻ്റെ ആ നിലപാടിനെ പോസിറ്റീവായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത്. അദ്ദേഹം പ്രഖ്യാപിച്ചതുപോലെ കേരളത്തോട്, പ്രത്യേകിച്ച് വയനാടിനോട് അനുഭാവപൂർവ്വമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ മുൻകാലങ്ങളിൽ ഉണ്ടായ അനുഭവങ്ങൾ, ഇപ്പോൾ അനിൽകുമാർ ഇവിടെ ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു, അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതെ ഈ ദുരന്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ സന്ദർശന വേളയിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള ആ പോസിറ്റീവ് സെൻസിൽ തന്നെ കേരളം ആവശ്യപ്പെട്ടതുപോലുള്ള ഒരു പാക്കേജ് പ്രഖ്യാപിച്ചുകൊണ്ട് അത് അടിയന്തരമായിട്ട് കേരളത്തിന് നൽകിക്കൊണ്ട് വയനാടിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക. ഇതാണ് പോസിറ്റീവായിട്ടുള്ളൊരു ഭാഗം പറയാൻ. അതിൻ്റെ അപ്പുറത്തൊരു ഭാഗം പറയാനായിട്ട് ഇപ്പോൾ BJPയുടെ പ്രതിനിധി പല ആർഗ്യുമെൻറ്റ്സും പറയുന്നുണ്ടായിരുന്നു. കേരളത്തോട് വലിയ താല്പര്യം കാണിച്ച സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ എന്ന്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, പ്രളയമുണ്ടായപ്പോൾ കേരളത്തിൽ ഹെലികോപ്റ്റർ വഴി എയർ ലിഫ്റ്റിംഗ് നടത്തിയതിന് ഉൾപ്പെടെ പണം ചോദിച്ച ഒരു സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. അതേസമയം തന്നെ അരി കൊടുത്തതിൻ്റെ പേരിൽ അതിൻ്റെ പണം ചോദിച്ച സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. ഇപ്പോൾ താങ്കൾ തന്നെ ഇവിടെ സൂചിപ്പിച്ചു, കർണാടകയുമായി ബന്ധപ്പെട്ട വരൾച്ച ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയം. കർണാടക ഉൾപ്പെടെ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ള ഇത്തരം ദുരന്ത നിവാരണ കാര്യങ്ങളിലുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയായിരുന്നു, നിലപാടുകൾ എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്ക് കുറച്ച് മുമ്പുള്ള വാർത്തകളൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാകുന്നതാണ്. രണ്ടാമത്തെ കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഇതിപ്പോൾ ബീഹാറോ ആന്ധ്രയോ ഒക്കെ ആണെങ്കിൽ എത്ര പെട്ടെന്ന് ഇടപെടലുകൾ ഉണ്ടാകും എന്നുള്ളൊരു പൊളിറ്റിക്കൽ ചോദ്യം കൂടി എനിക്കിവിടെ പറയാനുണ്ട്. അത് പിന്നെ അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതൊന്നും ഇപ്പോൾ വിമർശന വിധേയമായിട്ട് പറയേണ്ട കാര്യമല്ല. പക്ഷെ ഞാൻ പറയുന്നത്, ഈ കേന്ദ്രവും കേരളവും ഭരിക്കുന്ന ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ നമ്മൾ ഇതൊക്കെ ചെയ്യണം, ഇത്തരം ക്രമീകരണങ്ങൾ നടപ്പാക്കണം, നടപ്പിൽ വരുത്തണം എന്നൊക്കെ പറയേണ്ടത് പൊതുജനങ്ങളോടും പ്രതിപക്ഷത്തോടും മാധ്യമങ്ങളോടുമല്ല. ഇതെല്ലാം സ്വയമേ പറയേണ്ടതാണ്. നമ്മുടെ മുൻപിൽ ഓഖി ദുരന്തമുണ്ട്, 2018 നിർമ്മിത പ്രളയമുണ്ട്, 2019 സ്വാഭാവിക പ്രളയമുണ്ട്, പുത്തുമലയിലെയും കവളപ്പാറയിലെയും അല്ലെങ്കിൽ പെട്ടിമുടിയിലെയും ഒക്കെ ദുരന്തവും മണ്ണിടിച്ചിലും ഒക്കെ നമ്മുടെ മുൻപിലുണ്ട്. ഇത്തരം ദുരന്ത സമയത്ത് അതിനുശേഷവും അവിടുത്തെ ആളുകളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എത്തരത്തിലുള്ളതായിരുന്നു എന്നുള്ള അത് വിശകലനം ചെയ്യേണ്ട ഒരു കാലഘട്ടം കൂടിയാണിത്. ഈ പറഞ്ഞ പ്രഖ്യാപനങ്ങൾക്കപ്പുറം ഇതിൻ്റെ വാർത്താ പ്രാധാന്യത്തിൽ നിന്ന് ചാനലുകളും പൊതുസമൂഹവും മാറി നിൽക്കുമ്പോൾ ഇവരെല്ലാം ഏതെങ്കിലും സിമന്റ് ഗോഡൌണിലേക്കോ വാടക കെട്ടിടങ്ങളിലേക്കോ വാടക കൊടുക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൂടാ. കാരണം ഇപ്പോൾ നമ്മൾ പറയുന്ന ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നറിയിപ്പുകൾ കൊടുക്കുന്ന സംവിധാനം ഉണ്ടാകണം എന്ന് പറയുന്നു. 2018 പ്രളയം, 2019 പ്രളയം, പുത്തുമലയും കവളപ്പാറയും പെട്ടിമുടിയും ഒക്കെ നടന്നിട്ട് പോലും നാളിതുവരെ 5-6 വർഷമായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ വിശ്വസനീയമായ രീതിയിലുള്ള സംവിധാനങ്ങളൊന്നും ഏർപ്പെടുത്താൻ സർക്കാർ സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വിമർശനം. രണ്ടാമത്തത്, പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കേവലം പൊളിഞ്ഞുപോയ വീടുകൾ മാത്രം നിർമ്മിച്ചു കൊടുക്കുന്നതാകരുത് ഇത്തരം
കേവലം നമ്മുടെ താല്പര്യങ്ങൾ. അതിനപ്പുറത്ത് അവിടുത്തെ ആളുകളുടെ ജീവിതമാർഗം ഇല്ലാതാകുന്നു, അവരുടെ വരുമാന മാർഗം ഇല്ലാതാകുന്നു, അവരുടെ ഇതിനു മുമ്പ് അവർ ജീവിച്ചിരുന്ന ജീവിത അന്തസ്സ് അതേ രീതിയിൽ തന്നെ തുടരാനായിട്ട് കുറെ കൂടി മാന്യമായിട്ടുള്ള രീതിയിൽ അവർക്ക് ജീവിക്കാനുള്ള വരുമാന മാർഗവും തൊഴിൽ മാർഗവും അല്ലെങ്കിൽ കൃഷി ചെയ്യാനുള്ള ഭൂമിയും മറ്റൊക്കെ ലഭ്യമാക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. നമ്മൾ ടൗൺഷിപ്പ് പണിത് കൊടുക്കുമെന്നൊക്കെ പറയുമ്പോൾ ഇത്തരം പ്രഖ്യാപനങ്ങളുടെ ആത്മാർത്ഥത കൂടി പരിശോധിക്കണം. കേരളം പോലെ ഇത്തരം ഡെൻസിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സംസ്ഥാനത്ത് ഇത്ര വലിയ ടൗൺഷിപ്പുകൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ഭൂമി പോലും ഭാവിയിൽ ദുരന്ത സാധ്യത ഉള്ളതാകരുത് എന്നുള്ളൊരു കാഴ്ചപ്പാട് കൂടി നമുക്ക് വേണ്ടേ? ഈ സമയത്തൊക്കെ നടത്തുന്ന പ്രഖ്യാപനങ്ങളുടെ ആത്മാർത്ഥത കൂടി നമ്മൾ പരിശോധിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ ആളുകളെ നമ്മൾ മാറ്റി പാർപ്പിക്കുമ്പോൾ എന്തായാലും ഈ ദുരന്തം ബാധിച്ചിട്ടുള്ള വയനാട്ടിലെ 10, 11, 12 വാർഡുകളിൽപ്പെട്ട ആളുകളെ അവിടെ ഒന്നും ഇനി മനുഷ്യ ജീവിതം സാധ്യമല്ല. അപ്പോൾ ഇവരെ മാറ്റി പാർപ്പിക്കുമ്പോൾ അത് മറ്റൊരു ദുരന്തത്തിന് സാധ്യതയില്ലാത്ത ഭൂപരിസ്ഥിതിയിലേക്ക് ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ തർക്കം പാടില്ല. പിന്നെ മുൻപ് ഇത്തരം സാഹചര്യങ്ങളൊക്കെ നടന്നപ്പോൾ അവിടെ നടത്തിയിട്ടുള്ള നിലപാടുകൾ വീണ്ടും ഞാൻ എടുത്തു പറയുകയാണ്. ഇതിനൊക്കെ സാങ്കേതികത്വത്തിൻ്റെ ചുവപ്പ് താടയുടെ മാത്രം പേര് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിന് മുന്നോട്ട് നയിക്കുമ്പോൾ ലോങ് ടേം ആയിട്ടും ഷോർട്ട് ടേം ആയിട്ടും മീഡിയം ടേം ആയിട്ടും ഒക്കെ നമ്മൾ ഇതിൻ്റെ പദ്ധതികൾ നടപ്പാക്കണം. പ്രളയ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പാലങ്ങൾ നിർമ്മിക്കുന്നതും റോഡ് നിർമ്മിക്കുന്നതും ഒക്കെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഒക്കെ വേണ്ടത് തന്നെയാണ്. പക്ഷേ ഈ പ്രളയത്തിന്റെ ഭാഗമായിട്ട് വീട് നഷ്ടപ്പെട്ട എത്ര ആളുകൾക്ക് വീട് പണിത് കൊടുക്കാൻ നമുക്ക് സാധിച്ചു? എത്ര ആളുകൾക്ക് വരുമാന മാർഗം പുനഃസ്ഥാപിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചു? പെട്ടിമുടിയിലെയും കവളപ്പാറയിലെയും അല്ലെങ്കിൽ ഓക്കി ദുരന്തം ഉൾപ്പെടെ ബാധിക്കപ്പെട്ട മനുഷ്യർക്ക് അവർക്ക് ജീവിക്കാനായിട്ട് അന്തസ്സോടെ ജീവിക്കാൻ പറ്റിയ സാഹചര്യം സൃഷ്ടിക്കാൻ എത്രത്തോളം നമുക്ക് സാധിച്ചു എന്നുകൂടി മുൻകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കൂടി വേണം പുതിയ പുനരധിവാസ പദ്ധതികളെ വിലയിരുത്താൻ എന്നാണ് ജിൻഡോ പറയുന്നത്. ഞാൻ മടങ്ങി വരാം. കണക്ടിവിറ്റി പ്രശ്നം മൂലമാണ് അങ്ങേക്ക് തടസ്സം നേരിട്ടത്. പ്ലീസ് തുടരുക. അപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. ഇപ്പോൾ നമ്മൾ വളരെയധികം വലിയൊരു പ്രതീക്ഷ ഉണ്ടാക്കിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്ന് വയനാട് സന്ദർശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് സംസ്ഥാനം മൊത്തത്തിൽ തന്നെ ഒരു വലിയൊരു കൈയച്ചുള്ള ഒരു സഹായം കേന്ദ്രത്തിൽ നിന്നുണ്ടാകും, 2000 കോടിക്ക് അപ്പുറത്തുള്ള സഹായം ഉണ്ടാകും എന്നൊക്കെയുള്ള വലിയ പ്രതീക്ഷ നമുക്കുണ്ട്. അപ്പോൾ ഇതിൽ 1-2 കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓക്കി അടക്കമുള്ള ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ എത്രയോ കാലം മനുഷ്യർ സിമൻറ്റ് ഗോഡൗണുകളിലും അതുപോലെ തന്നെ സ്കൂൾ വരാന്തകളിലും ഒക്കെ താമസിച്ച ഒരുപാട് ദയനീയമായിട്ടുള്ള അവസ്ഥയുണ്ട്. അന്നും പ്രധാനമന്ത്രി അത് കണ്ടിട്ടുണ്ട്. വലിയ പുനരധിവാസത്തിനുള്ള ഒരു തുക പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഫലത്തിൽ ഇത് ഈ മനുഷ്യരിലേക്കൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ പെട്ടിമുടിയിലെ മനുഷ്യർക്ക് വളരെ നാമമാത്രമായ 2 ലക്ഷം രൂപയുടെ ഒരു കേന്ദ്ര സഹായം പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ വർഷങ്ങൾ 5 കഴിഞ്ഞിട്ടും ഇതുവരെ ആളുകളിൽ എത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെയാണ് പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങാതെ പോകുന്ന ഒരവസ്ഥ വരരുത്. അതുപോലെ തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രി വന്നു, ആളുകളെ ചേർത്ത് പിടിച്ചു, കരയുന്ന മനുഷ്യരോടൊപ്പം നിന്നു. ജനങ്ങൾക്ക് മൊത്തത്തിലൊരു പ്രതീക്ഷ, ക്യാമ്പുകളിലുള്ള ആളുകൾക്കൊക്കെ വലിയൊരു പ്രതീക്ഷ ഉണ്ടാകുന്ന തരത്തിലാണ് അദ്ദേഹം ഇന്ന് പെരുമാറിയിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ എല്ലാം ഒരു ആത്യന്തിക ഫലം എന്ന് പറയുന്നത് സംസ്ഥാനം പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു കുറ്റമറ്റ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം കേന്ദ്രം നൽകുക എന്നുള്ളതിലാണ്. അപ്പോൾ ഇന്നിവിടെ നടന്ന എല്ലാ കാര്യങ്ങൾക്കും അപ്പുറം ഈ അനുവദിക്കപ്പെടുന്ന പണം ആ ലെവലിലേക്ക് എത്തുമോ എന്നുള്ളതാണ് നമ്മുടെ വലിയൊരു ആശങ്ക. ഇനി അങ്ങനെ എത്തിയിട്ടില്ലെങ്കിൽ ഏത് രീതിയിലാണ് ഈ പുനരധിവാസത്തിന് സംസ്ഥാനം പണം കണ്ടെത്താൻ പോകുന്നത് എന്നുള്ളതാണ് വലിയൊരു ചോദ്യം. അപ്പം എനിക്ക് തോന്നുന്നത് ഒരു പ്ലാൻ AP നിലവിൽ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി കേന്ദ്രത്തിൽ നിന്നും വലിയൊരു തുക അനുവദിക്കുന്നു. അതില്ലെങ്കിൽ എന്തു ചെയ്യണം? ഒരു പ്ലാൻ B കൂടി സംസ്ഥാനം നോക്കി വെക്കുന്നത് നല്ലതാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ നാളിതുവരെയുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളിലെല്ലാം ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ചർച്ച പറഞ്ഞതുപോലെ ഇതൊരു ഔദാര്യത്തിൻ്റെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയോ ഭരണാധികാരികളുടെ മഹാമനസ്കതയുടെയോ ഒന്നുമല്ല കാര്യം. ഈ മനുഷ്യർക്ക് അവരുടെ അന്തസ്സിനും ആത്മാഭിമാനത്തിനും യോജിച്ച തരത്തിൽ അവരുടെ നിത്യജീവിതത്തിന് ഉതകുന്ന രീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു പുനരധിവാസമാണ് ഉണ്ടാവേണ്ടത്. പ്രത്യേകിച്ച് ഈ മനുഷ്യർ അങ്ങനെ എക്സ്ട്രീംലി വൾണറബിൾ ആയിട്ടുള്ള ഏരിയകളിൽ നിന്നും പ്രകൃതി ദുരന്തം ഉണ്ടായിട്ട് പുറത്തേക്ക് വന്ന മനുഷ്യരാണ്. വീണ്ടും അതേ സ്ഥലത്തേക്ക് തന്നെ അവരെ വിടാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് കണ്ടെത്തി കൊടുക്കുന്ന ഭൂമി, അതുപോലെ നേരത്തെ പറഞ്ഞ സ്കിൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചു. ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് പോലെ തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നല്ലൊരു പങ്ക് ആളുകളും ഭൂരഹിതരായിട്ടുള്ള പ്ലാന്റേഷൻ വർക്കേഴ്സാണ്. ഈ മനുഷ്യരെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്ക് സാമ്പത്തികമായി അവർ എംപവർ ചെയ്യുന്ന ഏറ്റവും വലിയ അടിസ്ഥാനപരമായ കാര്യം വീടിനൊപ്പം അല്പമെങ്കിലും കൃഷിഭൂമി ആളുകൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ തന്നെ പല ചർച്ചകളിലും അവിടെ നിന്നുള്ള കർഷകരായിട്ടുള്ള ആളുകൾ, ഈ ദുരന്തം അനുഭവിച്ച ആളുകൾ പറയുന്നു അവർ വീട് വെച്ച് നോക്കാൻ 4-5 സ്ഥലത്ത് നിന്നും മൈക്രോ ക്രെഡിറ്റിൽ നിന്നും വരെ കടം എടുത്തിട്ടാണ്.
ഈ മനുഷ്യരുടെ എല്ലാം തിരിച്ചടവ് വരെ വളരെ ഭീകരമായിട്ടുള്ള പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ വളരെ സങ്കീർണവും ബഹുതല സ്പർശിയുമായിട്ടുള്ളതും സമഗ്രവുമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ പുനരധിവാസം നമ്മൾ മുമ്പ് ഓക്കിയുടെ കാലത്തുണ്ടായതുപോലെ, പെട്ടിമുടിയിലുണ്ടായതുപോലെ, അതുപോലെ പുത്തുമലയിലുണ്ടായതുപോലെ ഒരു വലിയൊരു പരിഹാസ്യതയായി മാറിപ്പോവും. ഭൂരിപക്ഷ ആളുകളിലേക്ക് എത്താത്ത, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വലിയ വലിയ വാചക കസരത്തുകൾ നടത്തുന്നു, ഒരുപാട് ലെവലിൽ നമ്മൾ വലിയ പ്രതീക്ഷ വാനോളം ഉയർത്തുന്നു, അവസാനം എവിടെയും എത്തിപ്പെടാതെ പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഇതിനകത്ത് വേറൊരു കാര്യം, ഇതൊരു കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരു വിശാലമായ രാഷ്ട്രീയം, ഒരു വികസനത്തിൻ്റെയും പുനരധിവാസത്തിൻ്റെയും ഒരു വിശാലമായ രാഷ്ട്രീയം ഉണ്ടാവുകയാണെങ്കിൽ വലിയ കാര്യം തന്നെയാണ്. ഇപ്പം സംസ്ഥാനം ഇപ്പോൾ വളരെ കൃത്യമായിട്ട് ഈ കാലാവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗൗരവമായ മുന്നറിയിപ്പ് നൽകാൻ പറ്റുന്ന, ആളുകളെ ഇതുപോലുള്ള വിപത്തുകളിലേക്ക് പോകാതിരിക്കാൻ പറ്റുന്ന സാധ്യതകൾ ആരായണം, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളോട് ചെയ്യുമെന്ന് പറഞ്ഞു. വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ വടക്കൻ ജില്ലകളിൽ ഈ റഡാർ സംവിധാനം പോലുള്ളത് വളരെ അപര്യാപ്തമായ നിലയിൽ ുള്ളത്. അപ്പം അതുകൊണ്ട് ഭാവിയിലേക്ക് വരുമ്പോൾ ഈ മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പ് കൃത്യമായി നൽകാൻ, സമാനമായ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ, ഈ കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടുള്ള വളരെ കൃത്യമായ ഒരു പുനരധിവാസമാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ കുറേ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു, പ്രധാനമന്ത്രി അത് കണ്ടിട്ട് പോകുന്നു, അവിടെ നിന്ന് വളരെ നാമമാത്രമായൊരു തുക മാത്രമാണ് അനുവദിച്ചു വരുന്നതെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കുഴപ്പത്തിലാവും. അപ്പോൾ അതുകൊണ്ട് വലിയൊരു ജാഗ്രത ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട്. അതുപോലെ ഈ മനുഷ്യരുടെ ആത്മാഭിമാനം സംരക്ഷിക്കുന്ന രീതിയിൽ, അവരുടെ അന്തസ്സം സംരക്ഷിക്കുന്ന രീതിയിൽ, അവരെ മുന്നോട്ട് ജീവിക്കാൻ അവർക്ക് ആത്മവിശ്വാസം പകർന്നു നൽകുന്ന രീതിയിൽ മാത്രമായിരിക്കണം ഒരു സുസ്ഥിരമായിട്ടുള്ള, വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു പുനരധിവാസം വേണമെന്നാണ് ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത്. ശരി, ശ്രീ ടി.പി. സിന്ധുമോൾ, 2013 ഉത്തരാഖണ്ഡ് പ്രളയം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രളയമാണ്, ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നാണ്. ഏതാണ്ട് 5000-ലധികം മനുഷ്യരാണ് മരിച്ചത്. 1.5 ലക്ഷത്തിലധികം മനുഷ്യരെ സ്റ്റാൻഡ് ചെയ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഒരുപക്ഷെ ഏറ്റവും വ്യാപ്തിയുള്ള ഇന്ത്യ കണ്ട പ്രകൃതി ദുരന്തങ്ങളിലൊന്നായിരുന്നു. ആ ദുരന്തമുണ്ടായി അന്ന് UPA സർക്കാരാണ് ഭരിക്കുന്നത്. 2-ാം ദിവസം പ്രധാനമന്ത്രി അവിടെ ഹെലികോപ്റ്ററിൽ വിഹംഗവീക്ഷണം നടത്തുന്നു. 3-ാം ദിവസം അവർക്ക് 1000 കോടി പ്രഖ്യാപിക്കുന്നു. അന്നേ ദിവസം തന്നെ 148 കോടി രൂപ അടിയന്തര ധനസഹായമായി പ്രഖ്യാപിക്കുന്നു. ഇങ്ങനൊരു മുൻമാതൃക നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ പെട്ടിമുടിയിൽ കേന്ദ്രം പ്രഖ്യാപിച്ച 2 ലക്ഷം കിട്ടിയില്ല എന്ന് ഇപ്പോഴും വർഷങ്ങൾക്ക് ശേഷം ആളുകൾ പറയുന്ന ഒരു അവസ്ഥയുണ്ട്. പ്രഖ്യാപനത്തിൽ ഒതുങ്ങുമോ ഇതല്ല? അത് ഞാനിത് കൂടുതൽ പറഞ്ഞു പോയാൽ വല്ലാത്ത ഒരു പൊളിറ്റിക്സിലേക്ക് പോകുന്നുള്ളതുകൊണ്ട് ഞാൻ സത്യത്തിൽ ഈ ചർച്ചയിൽ വളരെ കൺട്രോൾ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. കാരണം നമ്മുടെ കയ്യിലും കണക്കുകളുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഇതുപോലെയുള്ള ദുരിതാശ്വാസത്തിന് വേണ്ടി നൽകിയിരിക്കുന്നത് എത്രയാണ് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നൽകിയിരിക്കുന്നതെന്നുള്ള കണക്കുകൾ എനിക്കതൊന്നും നിങ്ങളുടെ അടുത്തും വളരെ കൃത്യമായിട്ടുണ്ടാവും. പെട്ടിമുടിയിൽ ഉൾപ്പെടെ എന്താണ് സംഭവിച്ചതെന്ന് സത്യത്തിൽ അതിൻ്റെ ഉത്തരം പറയേണ്ടത് കേരള സർക്കാരാണ്. കേന്ദ്രം ചെയ്യേണ്ടതെല്ലാം കൃത്യസമയത്ത്. ഞാൻ 1-2 ഉദാഹരണം മാത്രം പറയാം. കാരണം നമ്മൾ ഒരുപാട് ഒരു വലിയ ദുരന്തത്തിൻ്റെ മുന്നിൽ അകപ്പെട്ടു പോയ, വിധിയോട് കലഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപറ്റം മനുഷ്യരുടെ മേലെ നിന്നാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത്രയധികം മര്യാദ പാലിച്ച് സംസാരിക്കുന്നത്. ഒരു വലിയ രാഷ്ട്രീയം സത്യത്തിൽ ഞാൻ ഇതിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഞാൻ 1-2 കണക്കുകൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇവിടെ കണക്ക് പറഞ്ഞില്ലായിരുന്നു. ഓഖി, ഇവിടെ ശ്രീ അനിൽകുമാറൊക്കെ പറഞ്ഞ് പെട്ടിമുടിയൊക്കെ പരാമർശിച്ച് പോകുമ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഓഖിയിൽ അടിയന്തര ധനസഹായമായിട്ട് ആദ്യം തന്നെ ഒന്നും നോക്കാതെ 76.5 കോടി രൂപ അനുവദിച്ചു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ 133 കോടി രൂപയാണ് അനുവദിച്ചത്. കൂടാതെ 1400 വീടുകൾ PMY യോജന, പ്രധാനമന്ത്രി ആവാസ് യോജന വഴി 1400 വീടുകൾ പുനർനിർമ്മിക്കാൻ ഒരു വീടിന് 1.5 ലക്ഷം രൂപ വീതം ഈ സർക്കാർ നൽകി. കണക്കാണ് ഇത്. സത്യത്തിൽ ഇത് ജനങ്ങളോട് പറയേണ്ടത് ഇവിടുത്തെ, അത് കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് വന്നല്ലല്ലോ ചെയ്യുന്നത്. ഇതെല്ലാം ഇവിടുത്തെ സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണ്. ഈ വരുന്ന ഫണ്ടുകൾ യഥാർത്ഥത്തിൽ വിനിയോഗിക്കുക, അത് പ്രോപ്പറായിട്ട് വിനിയോഗിക്കുക, എത്തേണ്ട ആളുകളിൽ എത്തുക എന്നുള്ളത്. പെട്ടിമുടിയിൽ സംഭവിച്ചത് എന്താണെന്ന് അവർ പറയട്ടെ. അതുപോലെ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഏതാണ്ട് 600 കോടി രൂപ ദുരന്ത വ്യാപ്തി എന്താണെന്ന് പോലും കണക്കിലെടുക്കാതെ 2018 പ്രളയത്തിന് നൽകി. അതുപോലെ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും 562.45 കോടി രൂപ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും കൊടുത്തപ്പോൾ അതിൽ 75% കേന്ദ്രവിഹിതമായിരുന്നു. 2019 പ്രളയത്തിൽ SDRF 168.75 കോടി രൂപ SDRF ഫണ്ടിലേക്ക് കേന്ദ്രം അനുവദിച്ചു. എല്ലാ കാലഘട്ടത്തിലും കേരളം അഭിമുഖീകരിക്കുന്ന ഇത്തരം ദുരന്തങ്ങളിലേക്ക് കൃത്യമായിട്ട് അതിൻ്റെ തുക കുറഞ്ഞു പോയോ കൂടിപ്പോയോ എന്നുള്ള ചർച്ചകൾ നമുക്കാവാം. പക്ഷെ കൊടുത്തില്ല എന്ന് പറയുന്നത് സത്യത്തിൽ യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണ്. കൃത്യമായിട്ടുള്ള കേന്ദ്ര ധനസഹായം ഇത്തരം കാര്യങ്ങളിൽ എത്താറുണ്ട്.
പിന്നെ അടുത്തതൊന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ കോൺഗ്രസിന്റെ വക്താവ് പറഞ്ഞപ്പോൾ സായുധ സേനയിൽ നിന്നും അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടാണോ അറിഞ്ഞുകൊണ്ട് മറച്ചു വെക്കുന്നതാണോ എന്നറിയില്ല, സായുധ സേന അല്ലെങ്കിൽ നരേന്ദ്രമോദി തിരിച്ചു ചോദിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ പറയട്ടെ, സായുധ സേനയ്ക്ക് കൃത്യമായിട്ടൊരു ബജറ്റുണ്ട്. അതായത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എല്ലാ ദിവസവും നടത്തുക എന്നുള്ളത് സായുധ സേനയുടെ ഉത്തരവാദിത്തത്തിൽപ്പെടുന്നതല്ല. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്കും നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിനും അവരുടെ കയ്യിൽ നിൽക്കുന്നതിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ സായുധ സേനയെ ഉപയോഗിക്കുകയാണ് പതിവ്. അങ്ങനെ വരുന്ന സമയങ്ങളിൽ അത് റീഫണ്ട് ചെയ്യാനായിട്ട് സംസ്ഥാനങ്ങളോട് നിർദ്ദേശിക്കാനുള്ള അവകാശം, കാരണം അവരുടെ ബജറ്റിന്റെ ഉള്ളിൽ വരുന്ന കാര്യമല്ല, അതുകൊണ്ട് അത് നിയമപരമായിട്ട് അങ്ങനെയാണ്. അത് ആക്ട് ഉണ്ട്. ചോദ്യം അതായിരുന്നില്ല, കേരളത്തോട് മാത്രമാണോ ഈ സമീപനം എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും ഇതുപോലെ ദുരന്തങ്ങൾ നടക്കാറുണ്ട്. അവിടെയൊക്കെ സൈന്യം രക്ഷാപ്രവർത്തനം നടത്താറുണ്ട്. ഈ സൈനികരെ അയച്ചതിന്റെ പേരിൽ അതത് സംസ്ഥാനങ്ങളോട് ആ പണം തിരിച്ചടക്കുമെന്ന് കേന്ദ്രം പറഞ്ഞിട്ടുണ്ടോ? ഒരു ഉദാഹരണം പറയാമോ? സായുധ അവര് കൊടുക്കും, അവരെ കണക്ക് കൊടുക്കും, അതാത് സംസ്ഥാന ഗവൺമെന്റിന് കൊടുക്കും. അതിവിടെ മറച്ചു വയ്ക്കുന്നതാണ്. അങ്ങനെ പറ്റൂ, കാരണം അത് നിയമമാണ്. സായുധ സേനയുടെ ബജറ്റിന് പുറത്തു വരുന്ന, കാരണം എല്ലാ മേഖലകളിലും അതാത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബജറ്റ് അലോക്കേഷൻ ഉണ്ട്. അതിന്റെ പുറത്തേക്ക് വരുന്ന ആവശ്യങ്ങളിൽ അത് ചെയ്യുമ്പോൾ അവരത് കൊടുക്കും. അത് റീഫണ്ട് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾക്കത് പരിശോധിക്കണം. പക്ഷെ അത് കൊടുക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എല്ലാ സ്റ്റേറ്റിലും അത് സംഭവിക്കും, അതാണ് വസ്തുത. മറ്റൊന്ന് ശ്രീ അനിൽകുമാർ പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തോട് ആദ്യം തന്നെ ഞാനത് പറഞ്ഞു. കാരണം നമ്മൾക്ക് പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ, പശ്ചിമഘട്ടം, വെസ്റ്റേൺ ഗാഡ്സ്, എവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഗാഡ്ഗിൽ റിപ്പോർട്ട് തൊട്ട് ഇങ്ങോട്ട് ഒരുപാട് പഠനങ്ങളിൽ കൂടി നമ്മളെ ബോധിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷെ നമ്മളത് അനങ്ങുന്നുണ്ടോ? ഞാനും ശ്രീ അനിൽകുമാറും ഉൾപ്പെടെ ഈ ഭരണകൂടം ഉൾപ്പെടെ നമ്മളതൊന്നും ബോധർ ചെയ്യുന്നില്ല. ഞാനും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. ഇന്ന് ഈ ദുരന്തമുണ്ടായത്, ഈ മനുഷ്യർക്ക് ദുരന്തമുണ്ടായത് ഞാൻ പല ന്യൂസുകളിലും കണ്ടു. അതിന്റെ തലേ ദിവസം അവിടെ പോയി ഹെവി റെയിൻഫോള്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടു. പല മാധ്യമങ്ങളും, എനിക്ക് തോന്നുന്നു മീഡിയ വൺ ഉൾപ്പെടെയുണ്ട്. ഇവിടെ വലിയ പുഴ കുത്തിയൊലിച്ചു വരുന്നു, ഇവിടെ വലിയ മഴയാണ്, പ്രതീക്ഷിക്കാത്ത മഴയാണ്, ഇവിടെ ജനങ്ങൾ, ചില ആളുകൾ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് അഭിപ്രായം പറയുന്നുകൊണ്ട് ഭയന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് മാറിപ്പോവുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ടും, തലേ ദിവസം സംഭവിക്കുന്നതാണ്, ഇതൊക്കെ അറിഞ്ഞിട്ടും നേരം ഇരുണ്ടു വെളുത്തിട്ടും അടുത്ത രാത്രിയിലേക്ക് കടക്കുമ്പോൾ പോലും ഇത് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയ ഒരു സംവിധാനമാണോ നമുക്കെന്നുള്ളത്. നമ്മൾ എന്തിന് കേന്ദ്രത്തിനെ പഴിചാരണം? 25-ാം തീയതി കൃത്യമായിട്ട് സെൻട്രൽ ഗവൺമെന്റ് പ്രസ് റിലീസ് പുറപ്പെടുവിച്ചിരുന്നു. അതിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നതെന്ന് ആ നോട്ടിഫിക്കേഷൻ ശ്രീ അനിൽകുമാറിന് ഇല്ലെങ്കിൽ ഞാൻ അത് തരാം, എന്റെ കയ്യിലുണ്ടത്. ആ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് very heavy rainfall very likely at isolated places over Madhya Pradesh, Vidarbha and Kerala and Mahi on 28th എന്ന് തുടങ്ങുന്ന ആ പ്രസ് റിലീസ്, അത് നമ്മൾ കണ്ടില്ല എന്നുള്ളതാണോ യാഥാർത്ഥ്യം, അതോ കണ്ടിട്ടും നമ്മൾ മറന്നുപോയി എന്നുള്ളതാണോ യാഥാർത്ഥ്യം? ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ. ഇന്നും ജനങ്ങൾ ആശങ്കയിലേക്ക് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ വീണ്ടും വരുന്നു. വയനാട് സംഭവം ഉണ്ടായത് കൊണ്ടാണോ അല്ലയോ എന്നറിയില്ല, പക്ഷേ വീണ്ടും ഒരു ചർച്ചയായിട്ട് അത് വരുന്നു. ഇന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ സുപ്രീം കോടതിയിൽ വീണ്ടും ഒരു ഹർജി പോയിട്ടുണ്ട്. മുല്ലപ്പെരിയാർ വിധികൾ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട്, റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു ഹർജി പോയതായിട്ട് മനസ്സിലാവുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ അഭിസംബോധന ചെയ്യാൻ, അഡ്രസ്സ് ചെയ്യാനായിട്ട് നമ്മൾക്ക് സംവിധാനങ്ങൾക്കാവണ്ടേ? ഒന്നെങ്കിൽ ജനങ്ങൾ പാനിക് ആവണ്ട എന്ന് പറയണം, അല്ലെങ്കിൽ ഇതിൽ പ്രശ്നമുണ്ടെങ്കിൽ അതിന്റെ പരിഹാരം ഉണ്ടാക്കണം. അവിടേക്ക് എത്രത്തോളം സംവിധാനങ്ങൾ പരിശോധിക്കേണ്ട സംസ്ഥാന സർക്കാർ തന്നെയാണ്. ശ്രീ ജിൻഡോ, ഇവിടെ ഉയർന്നൊരു പ്രധാനപ്പെട്ട ആവശ്യം, ഇന്ന് യോഗത്തിൽ പ്രധാനമന്ത്രിയോട് ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആവശ്യം ഇതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാണ്. അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് എന്താണ് ഗുണം? അങ്ങനെ പ്രഖ്യാപിക്കാൻ വല്ല വകുപ്പുമുണ്ടോ? മുമ്പ് പ്രളയത്തിന്റെ സമയത്ത് രമേശ് ചെന്നിത്തലയും ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു, ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം. അല്ല ജിംസെ, ഇത് അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള കൂടുതൽ പിന്തുണയും കൂടുതൽ അറ്റൻഷനും ഈ പറഞ്ഞ പ്രശ്നത്തിൽ നമ്മൾക്ക് ഈ ദുരന്തത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഇത് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുക സംസ്ഥാന ദുരന്തമാകുമോ എന്നുള്ളതിനേക്കാൾ അപ്പുറം ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെതായ രീതിയിലുള്ള സാങ്കേതികമായിട്ടുള്ള എല്ലാ പിന്തുണയും നമുക്ക് കിട്ടും എന്നുള്ള കാര്യത്തെ കൊണ്ടാണ് അങ്ങനെ നമ്മൾ പറയുന്നത്. ഇതെന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നാളിതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തം
തന്നെയാണ്. സംസ്ഥാനം കേരളം മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഉത്തരാഖണ്ഡ് പ്രളയം താങ്കൾ പറഞ്ഞു, അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് ചെറുതായിരിക്കും. കാരണം പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുൻകാല ചരിത്രം പരിശോധിക്കുമ്പോൾ ഇതൊരു വലിയ ഡിസാസ്റ്ററാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ സിന്ധുമോളോട് എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഹെലികോപ്റ്ററിൽ എയർ ലിഫ്റ്റിംഗ് നടത്തിയതിൻ്റെ പണം ചോദിച്ചു എന്ന് പറയുമ്പോൾ എൻ്റെ മാത്രം അഭിപ്രായമല്ല, കേരളത്തിലെ പൊതുസമൂഹത്തിൽ BJP-കാർ ഉൾപ്പെടെയുള്ളവർക്ക് അഭിപ്രായമുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു സംസ്ഥാനത്ത് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ, സംരക്ഷിക്കാൻ വരുമ്പോൾ എല്ലാ ആശ്രയവും ഇല്ലാതാകുമ്പോഴാണ് നമ്മൾ സൈന്യത്തെ വിളിക്കാൻ പറയുന്നത്. സൈന്യത്തെ വിളിക്കാൻ പറയുന്നത് നമ്മുടെ ഒരു പ്രതീക്ഷയുടെ ഭാഗമായിട്ടാണ്. അങ്ങനെ വരുന്ന സൈന്യത്തിന് നമ്മളെ രക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പണം കൊടുക്കണമെന്ന് പറയുമ്പോൾ, അങ്ങനെ സായുധ സേനയുടെ നിയമത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു റൂൾ ഉണ്ടെങ്കിൽ മറ്റേത് സംസ്ഥാനത്തോടാണ് താങ്കൾ പറഞ്ഞ ന്യായം പ്രകാരം ഉത്തരാഖണ്ഡിനോടോ അല്ലെങ്കിൽ ബീഹാറിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ UP-യോടോ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തോട് ഇത്തരത്തിൽ ചോദിച്ചതിൻ്റെ ഒരു ചരിത്രം താങ്കൾക്ക് സൂചിപ്പിക്കാൻ പറ്റുമോ? ഈ കൊച്ചു കേരളത്തിലോട് 3.5 കോടി ജനങ്ങൾ മാത്രമുള്ള ഇത്തരം തിങ്ങിപ്പാർക്കുന്ന ഒരു സംസ്ഥാനത്തുള്ള ജനങ്ങളോടല്ല ഇത് ചോദിച്ചിട്ടുള്ളൂ. ഇവിടെ ഭരിക്കുന്ന സർക്കാർ ഏതുമായിക്കോട്ടെ, ഇടതായിക്കോട്ടെ, UDF ആയിക്കോട്ടെ, ഏത് സർക്കാരുമായിക്കോട്ടെ, ഇത്തരത്തിലൊരു നിലപാട് BJP ഭരിക്കുന്ന മറ്റേതെങ്കിലും സംസ്ഥാനത്തോട് കാണിച്ചതായിട്ട് ഒരു വാക്ക് താങ്കൾക്ക് സൂചിപ്പിക്കാൻ പറ്റുമോ? താങ്കൾ ഇതിനൊന്നും ന്യായീകരിക്കരുത്. നമ്മൾ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു മലയാളിയുടെ പൊതുവികാരത്തിൽ നിന്ന് വേണം സംസാരിക്കാൻ. നമ്മൾക്ക് പല രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടാകും. നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനങ്ങളെല്ലാം അംഗീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളുടെ വികാരത്തെ കൂടി മാനിച്ചുകൊണ്ട് വേണം ഇത്തരം കാര്യങ്ങൾ അഭിപ്രായം പറയാൻ എന്നാണ് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന. ശരി, ശ്രീ അനിൽകുമാർ, ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിൻ്റെ നിയമപരമായ വശം എന്താണ്? അല്ല, അതിനു മുമ്പ് ഈ ഓക്കി എന്ന് കുറേ നേരമായിട്ട് 2-3 പേര് പറയുന്നുണ്ട്. ഓക്കിക്ക് കേരള സർക്കാർ 20 ലക്ഷം രൂപ ഒരു മരണം ഉണ്ടായ ഓരോ വീട്ടിനും അവകാശങ്ങൾ കൊടുത്തു. ഇന്ത്യയിൽ എവിടെങ്കിലും അങ്ങനൊരു ധനസഹായം കൊടുത്തിട്ടുണ്ടോ? നമുക്കൊന്ന് ചലഞ്ച് ചെയ്യാം. കേരള തീരത്ത് മരണമുണ്ടായ ഓരോ വീട്ടിലും 20 ലക്ഷം രൂപയാണ് കേരള സർക്കാർ കൊടുത്തത്. കേന്ദ്ര സർക്കാർ 2 ലക്ഷം കൊടുത്തു. അങ്ങനെ 22 ലക്ഷമാണ് ആകെ കൊടുത്തത്. തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ എന്നാ കൊടുത്തു? നിർമ്മല സീതാരാമൻ അവിടുത്തെ കാര്യമല്ലേ? തമിഴ്നാട്ടുകാർ പറയുന്നത് കേരളത്തിലെ പാക്കേജ് ഞങ്ങൾക്ക് തരണം. എന്നിട്ട് ഇവിടെ ഓക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിമൻറ്റ് ഗോഡൗണും മറ്റ് കഥയൊക്കെ പറയുമ്പോൾ അത് വേറൊരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കിയുടെ പുനർഗേഹം പദ്ധതിയിൽ വീടുകൾ വെച്ചു കൊടുത്തത് എത്രയോ മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങൾ ഇവിടെ ഉയർന്നു വന്നു. നമ്മുടെ ഒരു സർക്കാർ നല്ലത് ചെയ്താൽ അതെല്ലാം ഇട്ട് മൂടാൻ ഇത്തരം അവസരം ഉപയോഗിക്കരുത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ എന്തോ നിർമ്മിത പ്രളയം. ആർക്കെങ്കിലും പ്രളയം നിർമ്മിക്കാൻ പറ്റുമോ? 2018 എവിടെയാണ് നിർമ്മിക്കപ്പെട്ടത്? അണക്കെട്ടിൻ്റെ അടിയിൽ നിന്നാണോ പൊട്ടിച്ചു വിടുന്നത്? അണക്കെട്ടിൻ്റെ മുകളിൽ അധിക ജലമാണ് ഒഴുക്കിക്കളയുന്നത്. അതുപോലും ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധിയെപ്പോലെ അറിവുള്ള ഒരാൾ തെറ്റായി സമൂഹ ചർച്ച പറയാൻ പാടുള്ളൂ. ഒരു വെള്ളപ്പൊക്കം വരുമ്പോൾ അണക്കെട്ടിൻ്റെ മേലെയുള്ള വെള്ളം മാത്രമാണ് ഒഴുകിപ്പോണത്. താഴെ നല്ല ഒഴുക്ക് വിടുന്നത്. മേലെ അധിക വെള്ളം വന്നാൽ ഒഴുകിപ്പോകാനല്ലേ ഷട്ടർ വെച്ചിരിക്കുന്നത്. അതെങ്ങനെ നിർമ്മിത പ്രളയമാകും? അപ്പം നമ്മളൊരു ആഖ്യാനം ഉണ്ടാക്കിയിട്ട് വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. മൂന്നാമത്തെ കാര്യം എന്താ പറയുന്നത്? മുന്നറിയിപ്പ് സംവിധാനം ഫലപ്രദമായിരുന്നോ? യഥാർത്ഥത്തിൽ എന്താണ്? വയനാട്ടിൽ മഴ പെയ്യാനിടയുണ്ടെന്ന് പറഞ്ഞാൽ വയനാട്ടിലെ മുഴുവൻ പേരെ മാറ്റി താമസിപ്പിക്കാൻ പറ്റുമോ? ലോക്കലായിട്ട് എവിടെ കൂമ്പാരമഴ പെയ്യും എന്ന് കണ്ടുപിടിക്കാൻ ഇന്ത്യ രാജ്യത്തിൻ്റെ ഇന്നത്തെ സാങ്കേതിക സംവിധാനത്തിനാവില്ല. അത് സംസ്ഥാന സംവിധാനമല്ല, ദേശീയ സംവിധാനമാണ്. മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യയാണ്. കാലാവസ്ഥ അവരാണ് പ്രവചിക്കുന്നത്. അനിൽകുമാർ, അത് നമ്മൾ ചർച്ച ചെയ്തതാണ്. അങ്ങനെ കേന്ദ്രത്തിന്റെ പ്രഡിക്ഷൻ, കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഫലപ്രദമല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കണം. 2018 കഴിഞ്ഞിട്ടിപ്പോൾ 6 വർഷമായി. അല്ലല്ല, അത് സാധ്യമല്ല. സാധ്യമാണല്ലോ. ഇപ്പോൾ വയനാട്ടിൽ തന്നെ അത്തരമൊരു മുന്നറിയിപ്പ് അവിടെ പ്രാദേശികമായിട്ട് കൊടുത്തിരുന്നു. ഈ പറയുന്ന പുത്തുമല പ്രദേശത്ത് ഇങ്ങനെ ഒരു കൂമ്പാരമേഘം ഉണ്ടാവുന്നു, അവിടെ 2 ദിവസമായി മഴ പെയ്തുകൊണ്ടിരിക്കുന്നു എന്ന നിർദ്ദേശം അവിടുത്തെ ഹസാഡ് അനലിസ്റ്റുകൾ തന്നെ പറഞ്ഞു ഇവിടെ പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞ് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. അതൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്രശ്നം അവിടല്ല. നമ്മുടെ അറബിക്കടലിനകത്തുണ്ടാകുന്ന ചൂടിൻ്റെ ആഘാതം ഏതെല്ലാം തരത്തിൽ വരുമെന്ന് കേരളത്തിന് മാത്രം വിവരം കിട്ടൂല. അത് ദേശീയമായിട്ടും സാർവദേശീയമായിട്ടും ഉണ്ടാകുന്ന വിവരമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ കൈമാറുമ്പോൾ പ്രാദേശികമായി നമ്മുടെ സംവിധാനം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് കുറേ. അതിൻ്റെ പരിമിതിക്ക് അപ്പുറമാണ്. ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് പച്ച മുന്നറിയിപ്പ്? എന്ത് സംവിധാനമാണ് അനിൽകുമാർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? ഓക്കെ, വെറുതെ പറഞ്ഞു പോകാമെന്നല്ലാതെ 2018 ശേഷം ഇത്തരം മുന്നറിയിപ്പ് സംവിധാനത്തിൽ എന്ത് പുരോഗതിയാണ് സംസ്ഥാനം കൈവരിച്ചിട്ടുള്ളത്? കേന്ദ്രത്തെ മാറ്റിവെക്കുക, കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പരാജയമാണ്. കേരളം എന്താണ് ചെയ്തത്? അതിൻ്റെ കാര്യമാണ് മനസ്സിലാക്കുന്നത്. ഒരു സംസ്ഥാനത്തിന് മാത്രമായി ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല.
അത് ഇന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോട് കേരളം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയാണ്. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട കാര്യം കേരള സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ സംസ്ഥാനത്തിന് സാധ്യമാണെന്ന് വെറുതെ ഇല്ലാത്തൊരു ന്യായം പറയരുത്. സാധ്യമായത് സംസ്ഥാനം ചെയ്യും. അതിനപ്പുറം കേന്ദ്രത്തിൻ്റെ ചുമതലയിൽപ്പെട്ടൊരു കാര്യം അവർ നിർവഹിക്കണം. അതിന് സാങ്കേതികമായി കേരളത്തിലെ സങ്കേതങ്ങളെ ശക്തിപ്പെടുത്തുന്നത് രാജ്യത്തെ സർക്കാരിൻ്റെ കാലാവസ്ഥാ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ചുമതലയാണ്. ആ ചുമതലയിൽ കേരളം നൽകേണ്ട പിന്തുണ കേന്ദ്രം അങ്ങനെയൊക്കെ ചെയ്യട്ടെ. ഈ പറയുന്ന ദുരന്ത നിവാരണ അതോറിറ്റി ഒറ്റ കാര്യം അങ്ങനെ പറഞ്ഞു പോരുത്. ഈ ദുരന്ത നിവാരണ അതോറിറ്റി 2018 ശേഷം സ്വകാര്യ ഏജൻസികളുടെ കയ്യിൽ നിന്ന് പ്രഡിക്ഷൻ വാങ്ങുന്നുണ്ടായിരുന്നു. കാലാവസ്ഥാ പ്രവചനം കോടിക്കണക്കിന് രൂപ മുടക്കി അത് വാങ്ങുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വാങ്ങുന്നുണ്ടോ എന്ന് അറിയില്ല. 2021 വാർത്തയാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണ് എന്തിനാണ് അത് ചെയ്യുന്നത്? കേന്ദ്രത്തിന്റെ മാത്രം മുന്നറിയിപ്പ് നോക്കിയിരുന്നാൽ പോരെ? അല്ല, കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടും പ്രഡിക്ഷനുമായി ബന്ധപ്പെട്ടും നിരവധി വിവരങ്ങൾ സ്വകാര്യ സംവിധാനങ്ങളും പുറത്തുവിടുന്നുണ്ട്. നമ്മളതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് മുന്നറിയിപ്പുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നിശ്ചിത സ്ഥലത്ത് പ്രാദേശിക ആഘാതം എവിടെയുണ്ടാകും? പുത്തുമലയുണ്ടായി, ഇപ്പോൾ ഇന്നടത്ത് മുണ്ടക്കൈയിലുണ്ടാവുക. ഇത് ആ ആഘാതം എവിടെ വരും എന്നുള്ളതിനെക്കുറിച്ച് പ്രിഡിക്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഇന്നിവിടില്ല. നിങ്ങൾക്ക് വയനാട്ടിൽ റെഡ് അലേർട്ട് കൊടുക്കാം. വയനാട്ടിൽ എവിടെ അത് ഹിറ്റ് ചെയ്യും, കൂമ്പാരമേഴം, അതിപ്പോൾ നമുക്ക് വിവരം കിട്ടുന്നില്ല. അതിന് കിട്ടാത്തതിന് കാരണം നമ്മുടെ ടെക്നോളജി വളർന്നിട്ടില്ല. അത് സംസ്ഥാന സർക്കാരിൻ്റെ കുറ്റമല്ല. ആ ടെക്നോളജിയിലേക്ക് വളരണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈയിടെ ഈ സംഭവത്തിന് ശേഷം ഹിമാചലിൽ വെള്ളപ്പാച്ചിലുണ്ടായി. ആളുകൾ 50 പേര് 60 പേരോ ഒലിച്ചുപോയി, കാണുന്നില്ല. നമ്മുടെ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ നിലപാട് ശ്രീ കേശാജി, വയനാട്ടിൽ ഈ മഴ പെയ്തുകൊണ്ടിരുന്നു. മഴ പെയ്താണ് 3 ദിവസം തുടർച്ചയായിട്ട് അടുപ്പിച്ച് മഴ പെയ്തു. അപ്പോൾ അവിടെ എന്തെങ്കിലും രീതിയിൽ മുന്നറിയിപ്പ് സംവിധാനം പ്രവർത്തിച്ചോ? അതായത് ഇങ്ങനെ റെഡ് സോണുകളിൽ ആളുകൾ താമസിക്കുന്നുണ്ട്, അവരെ മാറ്റിപ്പാർപ്പിക്കണം എന്നൊരു അലേർട്ട് ഏതെങ്കിലും തരത്തിൽ പോയിരുന്നു? അതെങ്ങനെയാണ് പ്രവർത്തിച്ചത്? ഇപ്പോൾ നമ്മൾ ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ ശ്രീ അനിൽകുമാർ പറഞ്ഞത് കേരളത്തിൽ വികേന്ദ്രീകൃതമായിട്ടുള്ള ഒരു കാലാവസ്ഥാ പ്രവചന സംവിധാനം ഉണ്ടാകണം, അതുണ്ടാക്കാൻ കേന്ദ്രം സഹായിക്കണം എന്നാണ് പറഞ്ഞത്. ഈ രാജ്യത്ത് ആദ്യമായി ഒരു വികേന്ദ്രീകൃതമായിട്ടുള്ള കാലാവസ്ഥാ പ്രവചന സംവിധാനം ഉണ്ടായത് വയനാട്ടിലാണ്. കൽപ്പറ്റയിലുള്ള കാലാവസ്ഥാ ഗവേഷണ സ്ഥാപനമായ ഹ്യൂംസ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ മുണ്ടക്കൈ, ചൂരൽമല അടക്കമുള്ള പ്രദേശങ്ങളിൽ റെയിൻ ഗ്രിഡ് വെച്ച് റെയിൻ മെഷർ ചെയ്യുന്ന സംവിധാനം ഉണ്ടാക്കുകയും അതിനനുസരിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ആ മുന്നറിയിപ്പ് എന്തായി എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജില്ലാ ഘടകത്തിനാണ് അവർ ആ റിപ്പോർട്ട് കൈമാറിയതെന്നാണ് അവർ പറയുന്നത്. ആ റിപ്പോർട്ട് നമ്മൾ എന്ത് ചെയ്തു, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ആളുകൾ മാറ്റിപ്പാർപ്പിച്ചോ നമുക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ തൊട്ട് തലേ ദിവസം വരെ ഈ ആളുകൾ അവിടെ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. അവിടെ വലിയ മഴ വരുന്നു, അവരുടെ ജീവ അപകടത്തിലാണെന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടായി നമ്മൾ പറയുന്നു. മാധ്യമങ്ങൾ അവിടെ പോയി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വസ്തുതകളാണ്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ട്. അതുപോലെ തന്നെ കാലാവസ്ഥാ പ്രവചനം കൃത്യമായിട്ട് ഇവിടെ എത്തിയിട്ടില്ല എന്ന് പറയാം. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ ചോദിച്ച പോലെ അജിംസ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം 2018 തൊട്ട് ഒരു വികേന്ദ്രീകൃതമായി പ്രാദേശിക അടിസ്ഥാനത്തിൽ കാലാവസ്ഥ മുൻകൂട്ടി പറയാനും കഴിയുന്നത്ര ആളുകളെ മാറ്റിപ്പാർപ്പിക്കുക, അല്ലാണ്ട് വയനാട് ജില്ലയിലെ ആളുകളെ മുഴുവൻ മാറ്റിപ്പാർപ്പിക്കാനല്ല. നമ്മൾ ഈ ഡിസാസ്റ്റർ പ്രോണായിട്ടുള്ള ഈ മേഖലയിൽ, ഈ സ്റ്റീപ്പായുള്ള കുന്നിൻ ചെരുവുകളിൽ താമസിക്കുന്ന ഉരുൾപൊട്ടലിന് വളരെ എളുപ്പത്തിൽ വിധേയരാകാൻ സാധ്യതയുള്ള മനുഷ്യരുടെ കാര്യത്തിലെങ്കിലും അങ്ങനെ 1 ലക്ഷം പേരുണ്ടെന്നാണ് പറയുന്നത്. ആ മനുഷ്യർക്ക് വേണ്ടി 2018 തൊട്ട് ഇന്ന് വരെ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. അപ്പോൾ ആ ചോദ്യത്തിനും കൂടിയുള്ള ഒരു ഉത്തരം നമ്മൾ പുനരധിവാസത്തിന്റെ ഭാഗമായി തന്നെ പുനരധിവാസത്തിന് പണം ചോദിക്കുമ്പോൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ സംസ്ഥാന സർക്കാരിനുണ്ടോ എന്ന ക്വസ്റ്റ്യൻ ഈ സമയത്ത് പ്രസക്തമാണ്. അതില്ലെങ്കിൽ ഉണ്ടാക്കിയേ മതിയാകൂ. അതിൻ്റെ ഏറ്റവും അവസാന സമയത്താണ് മലയാളികൾ ഇപ്പോൾ ഉള്ളത്. വളരെ നന്ദി ശ്രീ അനിൽകുമാർ, ശ്രീ ടി പി സിന്ധുമോൾ, ജിൻഡോ ജോൺ, കെ ഷാജി ഇത്രയും സംസാരിച്ചതിന് ഇടവേള. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു.